ആടിനെ അടിച്ചു വിടടിയേ. മാനം വിളക്ക് വെച്ചടാ, കിഴക്കുമേലെ നേരം വെളുത്തു വന്നടാ. തീരം തിളങ്ങിടുന്നടാ, തെരക്കുമേലെ മീനും കുതിച്ചു പോണടാ. ഉല്ലാസമായി തുറയ്ക്കൊരുത്സാഹമായി മുറയ്ക്കതെല്ലാം തികഞ്ഞ പോലെയായി. ഉല്ലാസമായി തുറയ്ക്കൊരുത്സാഹമായി മുറയ്ക്കതെല്ലാം തികഞ്ഞ പോലെയായി. പണ്ടേ മുതൽക്ക് തന്നെ ഈ കടാപ്പുറത്ത് പെണ്ണ് കാവൽ വെളിച്ചമാണടാ. ഹോയ് ഹോയ് ഹോയ്, പണ്ടേ മുതൽക്ക് തന്നെ ഈ കടാപ്പുറത്ത് പെണ്ണ് കാവൽ വെളിച്ചമാണടാ. ഹോയ് ഹോയ് ഹോയ്, മാനം വിളക്ക് വെച്ചടാ, കിഴക്ക് മേലെ നേരം വെളുത്തു വന്നടാ. അമ്മേ തിമിർത്തിടുന്ന മുക്കുവന്റെ ഉത്സവത്തിൽ അമ്മേ നിറഞ്ഞിടേണമേ. അമ്മേ തെളിഞ്ഞിടുന്ന ചാകരയ്ക്ക് പോണു ഞങ്ങൾ അമ്മേ തുണച്ചിടേണമേ. മാനം വിളക്കു വെച്ചടാ, കിഴക്കുമേലെ നേരം വെളുത്തു വന്നടാ. എന്താടാ ഗോപാല? അവളോട് വീശുവല ഇങ്ങോട്ട് എടുക്കാൻ പറ അമ്മച്ചേ. അമ്മേ തിമിർത്തിടുന്ന മുക്കുവന്റെ ഉത്സവത്തിൽ അമ്മേ നിറഞ്ഞിടേണമേ. അമ്മേ തെളിഞ്ഞിടുന്ന ചാകരയ്ക്ക് പോണു ഞങ്ങൾ അമ്മേ തുണച്ചിടേണമേ. മാനം വിളക്കു വെച്ചടാ, കിഴക്കുമേലെ നേരം വെളുത്തു വന്നടാ. തീരം തിളങ്ങിടുന്നടാ, തെരക്കുമേലെ മീനും കുതിച്ചു പോണടാ. വള്ളവും വലയമെടുത്ത് വെള്ളം വകഞ്ഞു മാറ്റി വേഗം തുഴഞ്ഞു പോയിടാ. വള്ളവും വലഞ്ഞെടുത്തു വെള്ളം വകഞ്ഞു മാറ്റി വേഗം തുഴഞ്ഞു പോയിടാ. ചെല്ലു കാലം കറുത്തു പോണ നാൾ വരുന്ന മുമ്പ് തന്നെ മടിയിൽ പണം കിലുക്കിടാം. ഹോയ് ഹോയ് ഹോയ്, കാലം കറുത്തു പോണ നാൾ വരുന്ന മുമ്പ് തന്നെ മടിയിൽ പണം കിലുക്കിടാം. ഹോയ് ഹോയ് ഹോയ്, മാനം വിളക്കു വെച്ചടാ, കിഴക്കുമേലെ നേരം വെളുത്തു വന്നടാ. തീരം തിളങ്ങിടുന്നടാ, തിരക്കുമേലെ മീനും കുതിച്ചു പോണടാ. കോഴിക്കാടൻ അച്ഛന്റെ ധ്യാനപ്രസംഗം കേട്ടാ കരഞ്ഞു പോകും. നാളെ ഞാൻ പോണുണ്ട്. നിങ്ങൾ വരുവാ? വരുവാ. ആ, ഈശോയെ, ഇതുങ്ങ ഇതുവരെ എണീറ്റില്ലേ? ചായ കൊണ്ടിരുന്ന് തണുത്ത് മരവിച്ചല്ലോ എന്റെ മാതാവേ. ബീബാത്തുമ്മ, ഉസ്മാൻ പോയാ? എന്താ അന്നമ്മേ ചോദിച്ചേ? ഉസ്മാൻ പോയാന്ന്. ഇക്കാക്ക കാലത്ത് തന്നെ പോയേക്കണ. പോണാലും പോവാനും കൊറേ വിളിച്ചീനു. അനങ്ങണ്ടേ? ഇന്നലെ 4 കാലും തോയഞ്ഞല്ലേ രണ്ടാളും വന്നത്. പിന്നെ എങ്ങനെയാ അനങ്ങണേ? എന്റെ കർത്താവേ, എന്തൊക്കെ പണ്ടാരച്ചാവാണോ ഇന്നലെ വലിച്ചു മോന്തിക്കൊണ്ട് വന്നേക്കണതാവോ. അപ്പോഴേ ഇത് എന്തൊരു കിടപ്പാണിത്? ഒന്ന് എണീറ്റന്റെ അനങ്ങനില്ലല്ലോ മാതാവേ. ഏയ്, അങ്ങോട്ട് എണീക്കാനല്ലേ പറഞ്ഞത്? നേരെ ഉച്ചയായിന്ന്. ഏയ്, അങ്ങോട്ട് എണീക്കാൻ. എന്തുവാടേ? മണി എത്രയെന്നറിയാവാ? ആരുടെ മണി? ആരുടെ മണി എന്നാ? ദേ കുമ്പസാരിച്ച കുർബാനയും കൈകൊണ്ടേച്ച് മന്നെയാണ്. വെറുതെ എന്റെ നാവിലിട്ട് ചൊറിയരുതും കേട്ടാ. ഇയാള് പിന്നെ എന്തുവായപ്പോ ചോദിച്ചേ? ഇന്ന് കാച്ചങ്ങിന് പോണില്ലേന്ന്. ആ പോവാ.
എപ്പാ നേരത്തെ കാലത്തെ പോയില്ലെങ്കിൽ കടലിൽ കിടക്കണത് ആണുങ്ങ കോരിക്കൊണ്ട് പോകും. ഇയാൾ എന്നെ കടല് പഠിപ്പിക്കല്ലയോ? അപ്പന്റെ കുടി നിർത്താൻ വേണ്ടിയാണ് മോനെ കൂടെ വിട്ടത്. എന്നിട്ട് ഇപ്പൊ എന്തായി? അപ്പനും മോനും കൂടെ വാദിച്ചാണ് കുടി. പറയുമ്പോഴെന്താണ്, പട്ടാളം പാപ്പച്ചൻ ബോട്ട് മുതലാളിയാണ്. പലിശക്കാരും കടക്കാരും കൂടി ബോട്ട് പിടിച്ച് കരയെ കയറ്റി വെക്കുന്നത് എന്താണെന്ന് ദൈവം തമ്പുരാനിക്കറിയാം. ഇയാളൊന്ന് പോടേ കൊച്ചിക്കാരത്തി. അങ്ങനെ പാപ്പച്ചന്റെ ബോട്ട് ആരും കരയെ കയറ്റി വെക്കത്തില്ല. കരയെ കാട്ടി വലുതാ കടല്. നീ നോക്കിയോ, കടലമ്മ എനിക്കൊരു ബമ്പർ കോരി കൊണ്ട് തരും. കൊണ്ടത്തരും. അതിനൊക്കെ ഇത്തിരി ദൈവവിചാരം വേണേ. നിങ്ങ ആ പൈലിനെ കണ്ടുപിടിക്ക്. ദിവസവും പള്ളി വന്ന് ഒന്നാമത്തെ പൂജയ്ക്ക് കൂടാണ്ട് അയാളൊരു പണിക്കും പോവില്ല. ദാണ്ടേ, ആ ചതിയന്റെ കാര്യം മാത്രം എന്റെ അടുത്ത് പറയല്. സാത്താനെ ചങ്കിലിരുത്തിക്കൊണ്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എന്തുവാണ് ഈ ഫലം? കൂടപ്പുറപ്പിനെ പോലെ സ്നേഹിച്ച് എന്നെ ചതിച്ച കാശ് കൊണ്ട് തന്നെ അല്ലയോ മുതലാളി ആയത്? ദൈവം ഇതൊന്നും അറിയാലെന്നാ വിചാരം. എന്നിട്ടാണ് ദൈവം അയാൾക്ക് വാരി വാരി കൊടുക്കണത്. ചമ്പക്കര പൈലിക്ക് ഇപ്പൊ ബോട്ട് എത്രാണെന്ന് അറിയാവാ? ഞാൻ എണ്ണിട്ടില്ല. 4 എന്നാ ഒരു കാര്യം ചെയ്യ്, ഇയാൾ ആരോടെ പോയെങ്കിൽ പുറത്തു. ചെല്ലേ പോ. എന്നെ പൊറപ്പിക്കാനാണ് ഇപ്പൊ ധൃതിയായത്. ഒരു പെങ്കൊച്ചുള്ളത് വയസ്സറിയിച്ചിട്ട് കൊല്ലം 4 ആയി. അതിനെ ഒരുത്തന്റെ കൂടെ പറഞ്ഞയക്കണമെന്നുള്ള വല്ല ചിന്തനയുണ്ടാ? അതിന് അവള് പഠിച്ചോണ്ടിരിക്കല്ലേ? ഓ, പഠിച്ച് കളക്ടറാകാൻ പോവല്ലേ? പെങ്ങളെ കൊമ്പത്ത് കെട്ടിക്കുമെന്നും പറഞ്ഞ് നെറുകന്തലെ കൊണ്ട് നടന്നവനാണ്. മറിയണ മറച്ചില് കണ്ടില്ലേ? കടപ്പന്നി മറിയണ പോലെ. എടാ തൊമ്മിക്കുഞ്ഞ്, എടാ തൊമ്മിച്ച, അങ്ങോട്ട് എഴുന്നേക്കടാ. എടാ അങ്ങോട്ട് എഴുന്നേക്കാൻ. ഇയാൾ കിടന്ന് ബേളം വെക്കാളെ. കാരണം ഈ ചായ ഒന്ന് ചൂടായിക്കൊണ്ടുവാ. അവനെ ഞാൻ വിളിക്കാം. മോനെ തൊമ്മിയേ, എരിക്കടാ. തൊമ്മി കുഞ്ഞേ, കൊച്ചിക്കാരത്തേക്ക് കാലത്തെ കലിയളയിട്ടുണ്ട്. തൊമ്മി കുഞ്ഞേ, തൊമ്മി കുഞ്ഞോ. ഓ, തേനൊഴുകി വരികയാണ്. എന്തുവാ അമ്മച്ചി കാലത്ത് എന്തോ പറ്റി? കൊമ്പം കുത്തിയോ? ആ ചിരിച്ച ചെറുക്കൻ തറുതല പറയാനായിട്ട് നിങ്ങ ചിരിച്ച് ചിരിച്ച് എന്നാട് അവനിപ്പോ ഒരു വിലയില്ലാണ്ടായി. അമ്മച്ചിക്ക് ഇപ്പൊ എന്തോ വില വേണം? എനിക്കൊരു വിലയും വേണ്ട പൊന്നേ. പിന്നെ ഇച്ചിരി വില കൊടുത്താ പുന്നാരെ പെങ്ങളെ ഒന്ന് കെട്ടിച്ചു വിട്ടാ മതി. അത്രേ ഉള്ളു. ഏറ്റെന്നും പറഞ്ഞ് സാങ്ക് ഇവിടെ കിടന്ന പെണ്ണിന് കാര്യം വല്ല ആയോന്ന് ചോദിക്കണവരോട് സമാധാനം പറഞ്ഞ് ഞാൻ മടുത്ത്. എന്റെ പിടിപ്പുകേടാണെന്നാണ് ഇപ്പൊ എല്ലാരും പറയണത്. ഇയാടെ പിടിപ്പിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ലെന്ന് എനിക്കറിയത്തില്ലയോ? ഈ ചെക്കൻ കിടക്കണില്ല, ഞാൻ വല്ല പറയും കേട്ടോ. നിങ്ങ ഒന്ന് എഴുന്നേറ്റ് പോയി കുളിക്കാൻ നോക്ക. എന്റെ മനുഷ്യ, ബോട്ടില് പണിക്കാരിപ്പൊ കാത്തിരിക്കായിരിക്കും. ആ ഉസ്മാൻ ചെക്കൻ കാലത്ത് പോയതാണ്. ഈ അപ്പനോടും മോനോടും പടവെട്ടി ഞാൻ മരിക്കേ ഉള്ളെന്നാണ് തോന്നുന്നത് എന്റെ മാതാവേ. അമ്മായി അമ്മേനെയും കൊണ്ടില്ല ഇത്രയും പാടേ. ഇയാൾ ഇച്ചിരി വെള്ളം കോരിയിട്ടേ ഞാൻ കുളിക്കാം. കടലുമ്മ, ഇന്നെങ്കിലും വലയിൽ ഒരു ബമ്പർ കോരി കയറ്റി തരണേ. കടലുമ്മ അല്ലടാ മണ്ട, കടലമ്മ. അതനക്ക് ഞമ്മക്ക് കടലുമ്മയാണ്. വേണ്ട വേണ്ട, അങ്ങനെ നീ കടലമ്മേനെ തട്ടോ മുണ്ടോ ഇടിപ്പിക്കണ്ട. തട്ടോ മുണ്ടും മാത്രമല്ല, വേണ്ടി വന്ന കാത് കുത്തി അലുക്കത്ത് ഇടിക്കും. നീ പോട കൊഞ്ചേ. അതങ്ങ് നിന്റെ ബേപ്പൂര് കൊണ്ട് ഇടിച്ചാ മതി കേട്ടാ. ബേപ്പൂരല്ല, ഇവിടെ ഇടിക്കും. വെറ്റണ്ട. വെറ്റുണ്ട്. എടാ നീ അല്ല നിന്റെ ബാപ്പ കണ്ണൻ മമ്മത് വിചാരിച്ചാ നടക്കത്തില്ലടാ. മയ്യത്തായരെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യൂടാ? തുടങ്ങിയല്ലോ ഒരു ഒടുക്കത്തെ വെറ്റും തമ്മി തല്ലും. അല്ല പറയണ കടലുമ്മയാണോ അതോ കടലമ്മയാണോ? പലതവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഡെക്കാൻസിന്റെ ഇടയിൽ പൊളിറ്റീഷ്യൻ പാടില്ല. എന്ത് പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ? ബോധമില്ലാത്ത കഴുതേ. പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ വർഗീയം. ഉമ്മ എന്ന് പറഞ്ഞാൽ വർഗീയാവോ? ഉമ്മയായാലും അമ്മയായാലും അമ്മച്ചി ആയാലും കടല് കടല് തന്നെ. അവളോട് കളിച്ചാൽ കളി പിടിപ്പിക്കും. വെറുതെ തമ്മിത്തല്ലാതെ ഡെക്കിൽ ക്ലീനാക്കാൻ നോക്കണേ. എടാ കൊഞ്ചേ, നീ നോക്കിക്കോ. ഞമ്മളും വാങ്ങും ഒരു ബോട്ട്. എന്നിട്ട് അതുമേല് കൊമ്പസ്രാവിന്റെ വലിപ്പത്തിൽ എഴുതി വെക്കും കടലുമ്മാന്ന്. അതിലും നല്ലത് ഡേഞ്ചർ എന്നെഴുതുന്നതാണ്. ഇന്നലെ കുർബാന കഴിഞ്ഞ് 1 മണിക്കൂറോളം ഞാൻ കാത്തു നിന്നു. പിന്നെ നൊവേന കഴിഞ്ഞ് എല്ലാരും പോയതിന് ശേഷാ പോയത്. ഇത് പിടിക്ക്, എല്ലാവരും അവിടെ പോയി കളിക്ക്. ചെല്ലേ. സോഫിക്കുട്ടിയല്ലേ ഇത്? ഇവള് പോയില്ലേ? ഞാനറിയാതെ ഈ നേരത്തെ ഏതച്ഛനെ കുമ്പസാരിപ്പിക്കണേ? എനിക്കെല്ലാം അറിയാം. നാളെ നമുക്ക് രഹസ്യമായിട്ട് സിനിമയ്ക്ക് പോകണം. ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു തരാം. പിന്നെ അന്നത്തെ പോലെ നിന്റെ കൂട്ടുകാരികളൊന്നും വിളിച്ചോണ്ട് വരരുത്. ഇതെന്ത് പെട്ടെന്ന് കാണിച്ച സൗണ്ടായോ? പോയോ?
അവിടെ നിക്കടോ. നീ ചമ്പക്കര പൈലിയുടെ മകൻ സണ്ണിക്കുട്ടിയല്ലേ, ഗൾഫുകാരൻ? അതെ. കളിച്ച് കളിച്ച് കുമ്പസാരക്കൂട്ടിനകത്താ പഞ്ചാരി അടിയില്ലേ? അപ്പൊ നിനക്ക് പള്ളിയിൽ പാട്ട് മാത്രല്ല പണി. ഇതെന്ന് തുടങ്ങി? ഞങ്ങള് ചെറുപ്പം മുതലേ. എന്റെ പിതാവേ, എന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. കുമ്പസാരക്കൂട് ആനാവെള്ളം തെളിച്ച് വെഞ്ചിരിക്കണല്ലോ. ഈ കുമ്പസാരക്കൂട് അല്ലാതെ വേറൊരു സ്ഥലവും കിട്ടിയില്ലേ നിനക്ക് പ്രേമിക്കാൻ? ഇത്രയും സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലം. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ മുറിയുടെ ചാവി അങ്ങോട്ട് തരാം. ഇതിനേക്കാളും സേഫ്റ്റി അവിടെയാണല്ലോ. ഡോ, ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? സ്നേഹിക്കുന്ന ഒരു തെറ്റാണോ അച്ചോ? സ്നേഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ലടോ. പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾ അറിഞ്ഞാലുള്ള സ്ഥിതി എന്താണെന്ന് അറിയോ? പുരുഷൻ അവന്റെ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരുന്നില്ലയോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ നീ ബൈബിളൊക്കെ വായിക്കാറുണ്ടല്ലേ? പക്ഷേ നിന്റെ അപ്പൻ പൈലിയും ഇവളുടെ അപ്പൻ പാപ്പച്ചനും വായിക്കണ്ടാവില്ല. രണ്ടെണ്ണത്തിനും വെട്ടി നുറുക്കി അരപ്പ് തേച്ച് വറക്കവര്. അച്ഛനിത് തൽക്കാലം അവരോട് പറയാതിരുന്നാ മതി. ഞങ്ങൾ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ലച്ചോ. മനസ്സുകൊണ്ട് ഇഷ്ടായിപ്പോയി, മറക്കാൻ പറ്റണില്ല. കൊല്ലണമെങ്കിൽ കൊന്നോട്ടെ അവര്. എന്നാലും എന്റെ പിതാവേ, ഞാൻ എന്തായി കേക്കണേ? തുറക്കാരറിഞ്ഞ് ഈ അൾത്താരയുടെ മുമ്പിൽ വെച്ച് അച്ഛൻ വെഞ്ചരിച്ചിരുന്ന മിന്നു കെട്ടിയെ ഞാൻ ഇവളെ ഭാര്യയാക്കത്തുള്ളൂ. മരിച്ചുപോയ എന്റെ അമ്മച്ചാണോ സത്യം. ഇപ്പൊ രണ്ടാളും പോ. എന്റെ പിതാവേ, നിനക്ക് ഈ കളി നിർത്താറായില്ലേ? ഏതൻ തോട്ടത്തിന് തുടങ്ങിയതാണല്ലോ. എന്താണ് ഇത് മുതുകുത്ത്? ദേ പള്ളിയിലോ പോകില്ല, വീട്ടിലുള്ള പണക്കം മറന്ന. എല്ലാ കാര്യവും നടത്തിത്തരണേ. മാതാവിനൊരു നേർച്ച കടവുള്ളത് ഇതുവരെയും തീർത്തിട്ടില്ല. എല്ലാ കടവും തീർക്കാവിടെ ഇയാളൊന്ന് സമാനായിട്ടിരിക്കേ. തന്തേ കണക്കാണ്, മോനും കണക്കാണ്. മാതാവിനെ ഒന്ന് വണങ്ങിയച്ചും പോടാ. പറയാനുള്ള അമ്മയ്ക്ക് പറഞ്ഞാ പോരായോ? വെറുതെ അല്ല എണ്ണക്കാശിനുള്ളതും കൂടി വലയെ കയറാത്തത്. ഓ, ഈ വീട്ടിൽ നിന്ന് 3 ആത്മാക്കൾ ദിവസം മുട്ടിപ്പോയി വണങ്ങുന്നുണ്ടല്ലേ. അമ്മാമ്മയാണെ പള്ളി പോയ സകല പുണ്യാളന്മാര് മരിച്ച ആത്മാക്കളെ കണ്ട് കാര്യം പറയാതെ വരത്തില്ല. പിന്നെ എടുത്തുള്ളത് പാട്ടുകാരത്തി. എന്നിട്ട് എന്തുവാ ഗുണം പിടിക്കാത്തത്? ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പങ്കെങ്കിലും തരാൻ മേലെ. ദൈവത്തിനെ നശിക്കണമെന്ന് പറയരുത് കേട്ടാ. ഒക്കെ പറയണല്ലോ. മതി മതി മതി, അപ്പം കാത്തിരിക്കാണ്. പോവാൻ നോക്ക്. കടിഞ്ഞു പൊട്ടനാണ് മാതാവേ, വഴക്കൊന്നും തോന്നല്ലേ. പുറം കടലിലോട്ടാണ് പോണത്, കാത്തേക്കണേ. എന്താണ് ഒരു ദിക്ക് പറയടേ. തെക്കാട്ട് പിടിക്കണതാണ് നല്ലതെന്ന് തോന്നണ്. ദിക്ക് പറഞ്ഞു പറഞ്ഞ് കടം കൊണ്ട് കരുത്തോളം മുങ്ങിയത് പോരെന്നായിരിക്കും. എന്നാ പിന്നെ അമ്മച്ചി അങ്ങാട് പറ. വേണ്ടായേ, നീ തന്നെ അങ്ങ് പറഞ്ഞു കൊടുത്തോണ്ടാ മതി. മുറ്റത്ത് നിന്ന് മാനത്തോട്ട് നോക്കിയാ കടലിൽ കിടക്കുന്ന മീന്റെ കാര്യം പറയുന്ന പുണ്യാളത്തില്ലയോ? നീ പറയണ ദിക്കിലല്ലയോ മീൻ വന്ന് കിടക്കണം. പെണ്ണെന്തിയാ മച്ചി? ഓ, അവൾ അച്ഛന്റെ കുശിനിന്ന് പലഹാരം തിന്നാതെ ഇങ്ങോട്ട് പോരുവാ. വലിയ പാട്ടുകാരത്തി അല്ലയോ? എന്താടാ വിവരങ്ങളൊക്കെ സകല പുണ്യാളന്മാരും പറഞ്ഞോ? ഇന്ന് ബമ്പർ അടിക്കോ? പോടാ നീ. ശരി, അച്ഛന്റെ കുശിനിന്ന് എന്തായിരുന്നു ഈ പലഹാരം? വെജിറ്റബിൾ കട്ട്ലറ്റ്, ബ്രെഡ് ബട്ടർ ജാം, ബുൾസൈ, ബോൺവിറ്റ, കോഫി. ഇംഗ്ലീഷ് പലഹാരം തിന്നു പെണ്ണിനിപ്പ കപ്പപ്പുഴുകം കഞ്ഞിയും കണ്ട ഒരു മീച്ചോല്ലാണ്ടായി. പള്ളിയിലെ പലഹാരം അപ്പച്ചന്റെ പുന്നാര പലഹാരം തിന്ന് തവളെ പോലെ ആയാലുണ്ടല്ലേ കെട്ടാമല്ല കാട്ടുമാക്കാനോ വരത്തുള്ളൂ. അത് തന്നെ സ്ഥിതി എത്ര കൊടുക്കണമെന്ന് അറിയാവാ? അതിനെത്തിരി പുളിക്കും. അച്ചാച്ചൻ നോക്കിക്കോ, 10 കാശ് ശ്രീധരൻ ചോദിക്കാതെ എന്നെ കെട്ടാൻ ഒരു സുന്ദര ചെറുക്കം വരും. ഇല്ലേ അപ്പച്ചാ? എന്റെ മോളെ കെട്ടുന്ന ശ്രീധരൻ ഇങ്ങോട്ട് കൊടുക്കൈ. വൈകിട്ട് വരുമ്പോ മരുന്നിന്റെ കാര്യം മറക്കരുത് കേട്ടാ. അത് മറക്കുവാ. മരുന്നില് മുങ്ങി 4 കാലുമേ തുഴഞ്ഞല്ലേ വന്നത്. അപ്പച്ചാ വിട്ടോ, കൊച്ചിക്കാരിയുടെ നാവ് ചൊറിഞ്ഞു തുടങ്ങി. ഇന്ന് കള്ളും കുടിച്ചാണ്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ല എന്റെ തനി സ്വഭാവം കാണും കേട്ടാ. എന്താടി കിണിക്കണേ? പാപ്പച്ചോ, പറഞ്ഞ കണക്ക് ഇത് ആര് സെബസ്ത്യാശാനാ? ഇയാള് ഞങ്ങളെ ഒന്നും കണ്ടാ അറിയത്തില്ലയോടെ? എന്ത് കാലത്ത് ചാട്ടുള്ളി കൊണ്ട് നടക്കുന്നേ? കരക്കിരുന്ന് അറിയാൻ പോന്നാ? കരയിലും ഉണ്ടല്ലേ ചില കൊമ്പന്മാര്. വള്ളക്കാരെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് വെച്ചാ പിന്നെ എന്തോ ചെയ്യാനാ? മരുമോൻ പൈലെന്നല്ലേ പ്രമാണി, ചെന്ന് പറയാത്തെന്ത്? ഇതുവരെ തീരം ചേർത്ത് പോട്ട് ഞാൻ പിടിച്ചിട്ടില്ലേ. പുറംകടലിൽ നിന്ന് എണ്ണക്കാശിന് പോലും കിട്ടാതാകുമ്പോ തോന്നും തീരത്തോട്ടൊന്ന് പിടിച്ചാലോന്ന്. പിന്നെ തോന്നും വേണ്ടാന്ന്. കുറെ നാളീ കടപ്പുറത്ത് തൊഴ ഞാനും പിടിച്ചതല്ലയോ. അങ്ങനെയൊക്കെ ഓർക്കുന്നവര് എത്ര പേരുണ്ടേ? പിന്നെ കത്രീന വീട്ടിലില്ലേ? നമുക്ക് ഇത്തിരി കാശ് കൊടുക്കാറുണ്ട്. കാലത്തെ ഓട്ടോറിക്ഷയും കൊണ്ട് ഹാർബറിലോട്ട് പോയിട്ടുണ്ട്. വീടും തീപ്പെട്ടി വാങ്ങണ്ടേ? പിന്നെ വാങ്ങണ്ടായോ? പിന്നെ വാങ്ങണ്ടായോ? ഏത് നേരത്ത്
നീ ഇവനെ ഇങ്ങനെ നിർത്തി മൂപ്പിക്കാൻ പോവാന്നോ? അതെല്ലാം കുഞ്ഞന്നാമയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുക. കത്രീനേക്കാളും രണ്ടിന് മൂപ്പല്ലേ അവൻ. ഓ, നേരത്തും കാലത്തും ഒരെണ്ണത്തിനെ പിടിച്ചേൽപ്പിച്ചില്ലേ തല തിരിഞ്ഞു പോവേ. ഏതായാലും ഈ തുറയെന്ന് വേണ്ടെന്നാ കുഞ്ഞന്നാമ പറയുന്നത്. കാർത്തി, കാർത്തിയാരേ, ആ ഇവിടെ ആരില്ലയോ? നീ ഏതാ? എന്താടി തൊള്ള നാവില്ലയോ? ആഹാ, തൊമ്മിച്ചനാണോ? എന്തൊരു വേണ്ടത്? 5 കെട്ട് ബീഡിയും 2 തീപ്പെട്ടി. അങ്ങോട്ട് മാറിക്കടി. എവിടെതാ? എന്റെ ഇളയതാ. അങ്ങ് അച്ഛൻ്റെ കൂടെ ആയിരുന്നു മാരാരിക്കുളത്ത്. ഷാപ്പിലെ കച്ചവടം കടയും കൂടി നോക്കാൻ ആളില്ലാത്തതിനെ കൊണ്ട് ഞാൻ വിളിച്ചോണ്ട് വന്നേത്. അപ്പൊ എന്റെ കെട്ടല്ലോ രാഘവൻ? ആ, തോന്നിയിടത്തൊക്കെ പൊറുതിയും വെച്ച് നടക്കണ അയാളുണ്ടോ അടങ്ങിയിരിക്കാൻ പോണത്? ഇപ്പൊ അങ്ങ് മറ്റോളുടെ കൂടാ പുറക്കാട്ടാ താമസം. നിന്നെ വിട്ടാ? ആ, വല്ലപ്പോഴും ഒന്ന് തല കാണിക്കും ഹാർബറിൽ ലാറിയും കൊണ്ട് വരുമ്പം. അടിച്ചതിനകത്ത് കയറ്റാൻ പാടില്ലാത്ത ജാതിയാ. കൊച്ചിന് തന്തയായിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ വായടക്കണത്. ഇവളുടെ പേരെന്തുവാ? പഞ്ചമീന. ഒരാൾ എന്തേലും ചോദിച്ച് എടുത്തു കൊടുക്കാൻ മേലെ. ഇവളെന്തോ പൊട്ടം കടിച്ചോ നിൽക്കുന്നേ? ഓ, അവളും മിണ്ടട്ടില്ല. കൊച്ചിലെ ഒരു പനി വന്ന് നാവ് തളർന്നതാ. ഓയ്, എന്തുവാണ് ഇവിടെ കമ്പവല കുത്തിയോ? എഴുതിക്കോ. അപ്പളേ പറ്റുപറയായി കേട്ടാ. ഞങ്ങൾ നാട് വിട്ടൊന്നും പോകത്തില്ല. ചമഞ്ഞു നിൽക്കാനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. എല്ലാത്തിലും വില എഴുതി വെച്ചിട്ടുണ്ടല്ലോ, എടുത്തു കൊടുത്താലെന്ത്? ആ, വേണ്ട, അടുത്തത് ഒക്കെ അങ്ങോട്ട് പെറുക്കി വെക്ക്. കാർത്തിപ്പെണ്ണുമായിട്ട് സൊള്ളുകാരനോടെ. ഏയ്, അവളുടെ അനിയത്തി ഒരുത്തി വന്നിട്ടുണ്ട്. അനിയത്തിയോ? നല്ല കിളിമീൻ പോലൊരു പെണ്ണ്. അങ്ങനെ ഒരു അനിയത്തി അവക്കുണ്ട്. ഇയാൾ എത്ര കെട്ട് വീടി മേടിച്ച്? 5. 5? പറഞ്ഞ അയച്ചപ്പോഴേ കരുതി കുഴപ്പമാവുന്നു. 5 കെട്ട് വീടി എന്തോ ചെയ്യാനാ? മൂക്കി വലിക്കാനോ? ഇയാളോടൊന്നല്ലേ ഞാൻ പോയി മേടിച്ചോണ്ട്. അയ്യേ, അതൊരു പൊട്ടി പെണ്ണാ. അയ്യടാ, പൂതി മനസ്സിൽ നിൽക്കട്ടെ. വയസ്സ് ആയല്ലോ. ഇയാൾ എന്തുവാണ് ഈ പറയുന്നത്? ആ വീടി പുറംകടലിൽ ചെന്നാണ്ടല്ല എന്നോട് വീട് ചോദിച്ചേക്കരുത് പറഞ്ഞേക്കാം. വേണ്ട. പാപ്പത്തനമാറ്റോ പലിശ കത്രീന ഓടിക്കോ. ഹാർബറിലോട്ട് വിട്ടോ. അതൊക്കെ ഓക്കെയാണ്. അല്ല, പ്രശ്നം എന്താണ്? പലിശ കത്രീന വരുന്നേ. എന്റെ അമ്മേ, വിട്ടോ. ഇങ്ങോട്ട് തന്നെയല്ലയോ വരാൻ പോണത്? കുറച്ച് നാളായി മുങ്ങി നടക്കണത്. പലിശ കുടിച്ച് എത്ര ആയെന്നറിയാവോ? ഇനി ബോട്ട് പിടിച്ച് കരയെ കയറ്റി വെക്കും ഞാൻ. പിടിച്ച് കയറ്റി വെക്കണം കത്രീന, എന്നാലേ അവന്മാര് പഠിക്കത്തുള്ളൂ. എന്തോന്നാ? അല്ല, പിടിച്ച് കയറ്റി വെക്കണമെന്ന് പറയായിരുന്നു. അത് ഞങ്ങളങ്ങ് വെച്ചോളാം. ഇയാളുടെ പണിയങ്ങി. ഒരു മിനിറ്റ്, ഒരു 3 ലിറ്റർ. അയ്യോ, സണ്ണിക്കുട്ടിയുടെ ബൈക്കല്ലയോ? അതെ, സണ്ണിക്കുട്ടിയല്ലയോ? ഊരുമ്പോ അറിയാമല്ലോ. ഇതാണോ? ആ, ഇത്തിരി വട്ടുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. എന്റെ ചേച്ചിയുടെ മോനെ കണ്ട എനിക്കറിയത്തില്ലയോ മോനെ? പക്കളാ തൊപ്പിയൊന്നും ഊരിക്കേ, ഒന്നൂരിക്കേ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വളരെ ഒളിച്ചു വിട്ടു. വളരെ ഒന്ന് ഓടി വന്നേടാ. എടാ മോനെ, നീ തല ഇല്ലാതെ കിടന്നാലും ഈ കത്രീനെ തിരിച്ചറിയും, ഓർത്തോ. ഞങ്ങള് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോവാ. സംസാരിച്ചോണ്ടെന്നാ സമയം തെറ്റും, അതുകൊണ്ടാ. ആ, ഇത്തിരി തെറ്റട്ടെ. അതെ, ഏതാടാ ഈ പെണ്ണ്? പെണ്ണോ? ഇതെന്റെ കൂടെ ഗൾഫിൽ നിന്ന് വന്ന അറബി ഫ്രണ്ടാ, അൽ അഹമ്മദ് അൻസാരി. അറബികളൊക്കെ ഇപ്പൊ മുടിയെന്നിട്ട് ചുരിദാർ ഇട്ടോ നടപ്പ്. ഒന്ന് നോക്കിക്കോട്ടെ, അറബി കൊച്ചെ ഒന്ന് ഊരിക്കേ, ഒന്ന് കാണട്ടെ. അയ്യോ, ഹെൽമറ്റ് ഊരി ആകെ പ്രശ്നം. ഇവിടുത്തെ ക്ലൈമറ്റ് പിടിക്കാത്തോണ്ട് കണ്ണ് മൂക്കൊക്കെ വല്ലാണ്ടിരിക്കുക. വേണ്ടേ, ഇങ്ങോട്ട് തിരിഞ്ഞേ. നിനക്ക് സണ്ണിക്കുട്ടിന്ന് പേരിട്ട ഞാനാന്നേ. എന്നെ നീ മാമോദിസം ഒക്കല്ലേ മോനെ? കുഞ്ഞാതൊന്ന് ഊരിക്കേ, ഒന്ന് കാണാനുള്ള കുതിയുണ്ട്. പൊന്ന് കത്രീന കുഞ്ഞമ്മേ, കുളമാക്കല്ലേ. ഇത് നമ്മുടെ പട്ടാളത്തിന്റെ മോള. പാപ്പച്ചൻ അമ്മാച്ചന്റെയോ? സോഫിയോ? അയ്യോ, എന്നാ ഒന്ന് ഊരിക്കേ കുഞ്ഞേ. എന്റെ അച്ചോ, ഞാൻ എന്തുവായി കാണുന്നേ? ഞങ്ങള് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. ലവ് ആന്നോടെ? ഓ, ലവ് തന്നെ. എങ്കി പിന്നെ എന്തിനാ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നേ? തൽക്കാലം ആരും അറിയണ്ടെന്ന് കരുതിയ. സത്യമാണോടെ? അമ്മച്ചിയാണ്, കുഞ്ഞമ്മയാണ് സത്യം. എങ്കി പിന്നെ ധൈര്യമായിട്ടങ്ങ് ചെല്ലടേ. നീ ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് കാര്യമൊക്കെ ഞാൻ ശരിയാക്കി തരാം. അല്ലോ അൻസാരി, ആ ഹെൽമെറ്റ് എടുത്ത് തലയെ വെച്ചാട്ടെ.
ആ എന്നാ വണ്ടി വിട്ടോ ചെല്ലൻ ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ മിടുക്കേ. ഇത്രയും കാലമായിട്ടൊരു ബൈക്ക് പോയിട്ട് ഒരു ഓട്ടോറിക്ഷ കൊണ്ടുവന്ന പോലെ എന്നെ വിളിക്കുന്നില്ലല്ലോ കർത്താവേ. പെട്രോൾ അടിച്ചു കഴിഞ്ഞു. വാ. എന്നാ ശരി പോവാം. അതാവേ ഇതിനാണ് ആ കാലത്തെ കഞ്ഞിയും കൂടി വേണ്ടാന്നും പറഞ്ഞ് പുത്തോടത്തോണ്ട് അവൾ ഓടിയത്. ഇന്ന് ഇങ്ങോട്ട് വരട്ടെ. അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല, പ്രായം അതല്ലയോ. എന്ത് പ്രായം? ഞാനും ഈ പ്രായം കഴിഞ്ഞ് തന്നെയാണ് വന്നത്. ഒരുത്തന്റെ വണ്ടിയുടെ പുറകെ കയറാൻ ഞാൻ പോയിട്ടില്ല. അന്ന് പിന്നെ ഇതുപോലെ വണ്ടിയും ഇല്ലല്ലേ. അല്ലാണ്ട് പിന്നെ അയ്യോ ഞാനിപ്പോ എന്തുവാ പറഞ്ഞത്? വണ്ടി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ഇഷ്ടം പോലെ വണ്ടിയും കാറും ഉള്ള നാട് തന്നെയാണ് കൊച്ചി. പലരും വിളിച്ചിട്ടുമുണ്ട്. പക്ഷെ അതുമേ കയറണമെങ്കിലേ ഞാൻ കൊച്ചിക്കാരൻ അംബ്രോസിന്റെ മോള് കുഞ്ഞന്നമ്മ അല്ലാണ്ടിരിക്കണം. നല്ല ദൈവഭയത്തോടും ചൊല്ലുവിളിയോടും കൂടിയാണ് എന്നെ വളർത്തിയത്. പൊട്ടനെ ചെട്ടി ചതിച്ചാ ചെട്ടിയെ ദൈവം ചതിക്കുമെന്നല്ലയോ എന്ന് വെച്ചാ എന്തുവാ അമ്മച്ചി? വേണ്ട, ബന്ധം പറയുമ്പോ പൈലി നിന്റെ ചേച്ചിയുടെ കെട്ടിയോനായിരിക്കും. പക്ഷെ അവനുണ്ടല്ലോ കട്ടമറത്തടിയാൽ ഒഴുകി വന്നവനാ, ചത്ത ശവം പോലെ. ഏതാണ്ട് വേണ്ടാതീരം കാണിച്ചതിന് ആരാണ്ട് തല്ലി കടലിൽ തള്ളിയതാ. ആ കേട്ടിട്ടുണ്ട്. ഉണ്ടല്ലോ, അവനെ പിടിച്ച് കരയെ കൊണ്ടുവന്ന് മരുന്നും മന്ത്രവും ചെയ്യിച്ചത് ആരാന്ന്? എന്റെ മോൻ പാപ്പച്ചൻ. എന്നിട്ട് ആ കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തിയില്ലയോ? ഇന്നിപ്പോ വലിയ മുതലാളി ചമ്പക്കരപ്പയില് അമ്മച്ചീന്ന് വിളിച്ച് എന്റെ കയ്യിൽ നിന്ന് എത്ര കഞ്ഞി കുടിച്ചിട്ടുണ്ടെന്ന് അറിയാവോ ആ തെണ്ടി? ആ ഇതൊക്കെ കണ്ട ഒരാള് മേളി ഇരിപ്പുണ്ടേ. അമ്മച്ചി എന്തിനാണ് ഇതൊക്കെ ഇപ്പൊ ഇവളോട് പറയണത്? എന്തിനാന്നോ? എന്റെ സോബിക്കുഞ്ഞ് അവന്റെ മോന്റെ കൂട്ടത്തിൽ പോയെങ്കിലേ അത് ഒടേ തമ്പുരാന്റെ കളിയാ. അത്ര തന്നെ. വേണ്ട വേണ്ട, ചമ്പക്കര പൈലിയുടെ അല്ല ഏത് അമ്പുക്കമ്പാറായിയുടെ മോനായാലും ശരി, ആ കുടുംബത്തോട്ട് ഞാൻ എന്റെ മോളെ അയക്കുകയില്ല. മണ്ണെണ്ണ തലയെ കൂടെ ഒഴിച്ച് കരിങ്ങാക്കാതിന് പോലെ കത്തി ചാമ്പലാവണത് കാണാൻ എനിക്ക് ഇത്തിരി ദണ്ണുണ്ടേ. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടാ, പറഞ്ഞു അങ്ങാട് വന്നപ്പോ. ഓ സാരമില്ല, ഉള്ളതന്നെല്ലയോ പറഞ്ഞേ. പക്ഷെ ഒന്ന് ഞാൻ പറയാം, പൈലിയണ്ണനെ പോലെ അല്ല സണ്ണിക്കുട്ടി, സ്നേഹമുള്ളവനാ. എന്റെ റോസ ചേച്ചിയുടെ ഗതികേട് സോഫിക്ക് അവനുണ്ടാക്കത്തില്ല. വേണ്ടേ, പഠിത്തം കഴിഞ്ഞ് അവള് വരുമ്പോ ഇത് വല്ലോന്ന് ചാടിക്കടിച്ചാലുണ്ടല്ലോ, നിലകാണാ കായലാണ് ചുറ്റും. ബുദ്ധിമോശം കൊണ്ട് പെങ്കൊച്ചു വല്ല ബോധത്വവും കാണിച്ച പിന്നെ കണ്ണീരൊഴുക്കിയിട്ട് കാര്യമല്ലെന്ന് ഓർത്തോ. ചമ്പക്കര പൈലി ഇതെങ്ങാനും അറിഞ്ഞ പിന്നെ എന്തൊക്കെ പൂലാണ് ഉണ്ടാകാൻ പോണതെന്ന് ഒടേ തമ്പുരാന് മാത്രമേ അറിയാവൂ. ഒരു 10 മണിക്കടി കവടി. അപ്പൊ പൈലിയെ പേടി ഉണ്ട്. ഇത് നോക്കിക്കോ, വാടി കവടി ഒരു 10 കൂടെ. ആ ചരക്കിലാറി പോയോട്. എത്ര ഉണ്ടായിരുന്നു? 1500 നാരൻ, 2500 പൂവാല്. ആഫീസർ കുഴപ്പമൊന്നും പറഞ്ഞില്ലല്ലോ. ഓ ഇല്ല, പിന്നെ വരുന്ന വഴി ഞാനൊരു കാഴ്ച കണ്ടു. എന്തുവാ? മുതലാളി ഒന്നും കൂടി വന്നേ. കളിക്കടേ. വേണ്ടേ, ഞാൻ കളിച്ചെന്റെ കളി തോപ്പിച്ചാലുണ്ടല്ലേ. ആ നടക്കണേ. ഒരു 100 രൂപ എങ്ങോട്ടാ? നരകത്തിലോട്ട്. സ്രാങ്ക് വരുന്ന നീ മലക്കാലത്ത് എന്നോട് ചാടി കടിച്ച് വല്ല കാര്യമുണ്ടോ? പടിഞ്ഞാട്ടോ നീട്ടി പിടിച്ച് പോന്നാ ഞാൻ പറഞ്ഞു. പടിഞ്ഞാട്ട് എന്തുവാ? നിന്റെ മറ്റുള്ള കൊണ്ട് നിർത്തിട്ടോ മീന്? ഉണ്ടോ ഇല്ലോന്ന് വല്ല ഇറക്കിയല്ലേ അറിയത്തുള്ളൂ. ആ ഇയാൾ കൊണ്ട് ഇറക്ക്. മതിയടാ കെട്ടിയത്, ഉള്ളത് വീട്ട് കൊടുക്കാൻ നോക്ക്. അതെ, നോക്കിയും കൊണ്ടൊക്കെ വിൽക്കണേ, എണ്ണക്കാശെങ്കിലും നോക്കണം. മുതലൊക്കാതെ ഞാൻ ലേലോർപ്പിക്കത്തില്ലെന്ന് അറിയാല്ലേ. ആ ഇയാൾ ഇഷ്ടം പോലെ ചെയ്യേ. എന്തൊക്കെയാടേ ഉള്ളത്? കോരി ഇറക്കുവാ. വാസേ, ദിവസവും പോരാൻ നേരത്ത് ദിക്കിയോദിക്കലുണ്ട് അമ്മച്ചിയോ. പുറം കടല് കാണാത്ത അമ്മച്ചിക്ക് ഉണ്ടാവല്ല ഊരും. എന്തെങ്കിലും പോഴത്തം പറയും. അമ്മച്ചി പറഞ്ഞ പുള്ളിക്കത് അച്ചട്ടാ. ദിക്ക് മാറ്റി പിടിക്കണം പറഞ്ഞാൽ മൂശാട്ട കയറും. ആരെന്ത് കള്ളത്തരം കാണിച്ചാലും ഈ അലോഷിയുടെ കണ്ണിപ്പെടാതിരിക്കത്തില്ല. നീ ശരിക്കും കണ്ടാ? ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ട് വിശ്വാസമായില്ല. ദാണ്ടെ പിടിക്കണ വളയമാണ് സത്യം. ഹെൽമെറ്റ് ഊരി സണ്ണിക്കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് ടാറ്റായം പറഞ്ഞ് പോളേന്റെ ഗേറ്റ് കടന്നു പോണത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലോ. അത് പാപ്പച്ചന്റെ മോള് തന്നെയാണെന്ന് ഉറപ്പാണോ? മൂതാക്കര ഉണ്ണിവിശിഹായാണോ ഉറപ്പാ. ഈ തുറയിൽ ആ പ്രായത്തിൽ ഞാനറിയാത്ത പെമ്പിള്ളേരുണ്ടാ. പട്ടാളം പാപ്പച്ചൻ അറിയാതെ ആ പെങ്കുച്ച് ഇത്രയും ധൈര്യം കാണിക്കത്തില്ല. ഡാന്ന് വിളിക്കാനും ഡീന്ന് വിളിക്കാനും മുതലാളി കൊച്ചു മോനെ വലിയ ഗുണമില്ലേ മുതലാളി. ഫൈലിക്ക് പണം ഉണ്ടായതിലേ ചെലവന്മാർക്ക് കടികളകിയിട്ടുണ്ട്. അതിന് വല്ല ഡോക്ടറേയും കാണണം, അല്ലാണ്ട് ചൊറിഞ്ഞിട്ട് കാര്യമില്ല. വല്ലതും പറയാനുണ്ടെ മുഖത്ത് നോക്കി പറയടേ, അത് ആണത്തം. പറയൂടെ, എനിക്കെന്തുവാ പേടിയാന്നോ? ആണത്തം ഉണ്ടെങ്കിൽ നേരിക്ക് നേരെവാ, അല്ലാതെ കള്ളക്കളി കളിക്കല്ലേ. ഞാൻ എന്ത് കള്ളക്കളി കളിച്ചതാ പുല്ലേ? കണ്ടേ, ഒരുപാട് ആളാകരുത് കേട്ടാ. ഞാൻ ആളായത് കൊണ്ടാടാ കളിക്കുന്നത്. നീ എന്നാടാ ആളായത്? അല്ല വഴിയെ പോയി ഇരിക്കട്ടെ, അവൻ ചൊറിഞ്ഞോണ്ട് വരുന്നത്. ചൊറിയല്ലേ,
കുറെ നാളായി കാണാൻ തുടങ്ങിയിട്ട്. ചൊറിഞ്ഞാ നീ എന്ത് ചെയ്യൂടെ? പിടിച്ചാ നൂത്തുകളയും. നോക്കാനെങ്കിൽ വാടേ, ഞാൻ കാണിച്ചു തരാം. കാണിച്ചാ നീ നാറുവാടാ. വണ്ടി വൈദ്യൂടാണ് കളി. അല്ലേ ഒക്കെ സമാധാനമായിട്ട് പറഞ്ഞ് സമ്മതിപ്പിക്കാന്ന് ഞാൻ പറഞ്ഞതല്ലയോ, പിന്നെ എന്തിനാ ഈ വേഷം കെട്ടൊക്കെ? അപ്പച്ചി എന്തോ പറയുന്നേ? നിന്നെ അവളെ കോളേജ് പഠിക്കൽ വെച്ച് അലോഷി കണ്ടു, ഒക്കെ ഇവിടെ വന്ന് വിസ്തരിക്കുകയും ചെയ്തു. ദേ നീ വരുന്നതും കാത്ത് അവിടെ ഇരിക്കുക. അപ്പൊ ഇനി ഒരു മുഖവരയുടെ ആവശ്യമൊന്നുമില്ല. നന്നായി. എവിടെ തുടങ്ങണമെന്ന് അറിയാതിരിക്കാണ് ഞാൻ. മോനെ തറുതലൊന്നും പറയാൻ നിൽക്കരുതേ. അപ്പച്ചി വിട്. എനിക്കും ചിലതൊക്കെ ചോദിക്കാനുണ്ട്. കുറെ നാളായി മനസ്സിൽ ടെരിച്ചോണ്ട് നടക്കുക. മോനെ ഇങ്ങ് വാടാ. മോൻ എന്താ ഇത്ര വൈകിയേ? സിറ്റി വരെ പോയേക്കുമായിരുന്നു. എന്നിട്ട് സിറ്റിയിലൊക്കെ കറങ്ങിയോ? കുരിശുമണി കേട്ടപ്പം മുതൽ അപ്പച്ചൻ നിന്നെയും കാത്തിരിക്കായിരുന്നു. അതെന്താ പതിവില്ലാത്തൊരു കാത്തിരിപ്പ്? അല്ല, സണ്ണിക്കുഞ്ഞ് ലീവിന് വന്നിട്ട് മുതലാളിക്ക് ഇതുവരെ നേരെ ഒന്ന് കാണാൻ കിട്ടിയില്ലല്ലോ. എന്നോട് ചോദിച്ചില്ല, പോടാ. എടാ നീ മിണ്ടരുത്. ചോദ്യം എന്നോടാണേ. കാത്തിരിക്കാൻ കാരണമുണ്ട്. നിനക്ക് അപ്പച്ചനൊരു കെട്ടുകാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. കൊച്ചിന്നാണ് പെണ്ണ്. പീലിപ്പോസ് മുതലാളി എന്ന് കേട്ടിട്ടുണ്ടാ? ഇല്ല. എന്നാ കേട്ടോ, നിന്റെ അമ്മായിയപ്പനാകാൻ പോണ ആളാ. അത് അപ്പച്ചൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അല്ല, പോരായി. പോരാ. പിന്നെ ആര് തീരുമാനിക്കണം? കെട്ടാൻ പോകുന്ന ഞാനാന്നേ, ഞാനിവിടെ തീരുമാനിക്കണം. എന്നാ തീരുമാനിച്ചോ. നിനക്ക് എന്നത്തേക്ക് കെട്ടാം, അതനുസരിച്ച് എനിക്ക് അവരോട് വാക്ക് പറയാമല്ലോ. ആരെ കെട്ടണമെന്നും എന്നത്തേക്ക് വേണമെന്നും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെന്തൊരു മര്യാദയാണ്. നിന്റെ കല്യാണം നീ അറിയാതെ തീരുമാനിച്ചത് തെറ്റാ, സമ്മതിച്ചു. പക്ഷേ അക്കാര്യം ഞാൻ അറിയാതെ നീ തീരുമാനിച്ചത് ശരിയാണോ? ഒന്നുമില്ലേലും ഞാൻ നിന്റെ തന്തയായി പോയില്ലേ? ജനിപ്പിച്ചോണ്ട് മാത്രം തന്തയാവില്ല. അത് നേരെ. എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, നീ അങ്ങ് ക്ഷമിച്ചേരെ. പക്ഷേ എന്നെ ധിക്കരിച്ചുകൊണ്ട് കണ്ണിക്കണ്ട അലവലാദികളെ ഈ കുടുംബത്തിൽ കെട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതിന് വിരിച്ച വല നീ അങ്ങ് മാറിക്കെത്തിക്കോ. ഞാൻ നോക്കില്ല. നിങ്ങൾ ഒറ്റൊരുത്തിയാണ് ഇവൻ ഇങ്ങനെ ആക്കിയത്. ഉന്നാരിച്ച് തോളിക്കേറ്റുമ്പോ പറഞ്ഞതാ, ഒന്നേ ഉള്ളുവെങ്കിലും ഒരക്കിക്കടിച്ച് വളർത്തണമെന്ന്. അപ്പച്ചങ്ങോട്ട് മാറ്, കൊല്ലട്ടെ. എന്റെ അമ്മച്ചെ ചുട്ടുകരിച്ചത് പോരായിരിക്കും. ഈ പന്നീനെ ഞാൻ. എടാ പുല്ലേ, ഇത് ചതിയാണടാ, ചതി. പട്ടാളം പാപ്പച്ചൻ കഴിച്ച ചതി. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണോടാ, ബുദ്ധി. ആവശ്യത്തിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ആരാണ് ചതിയെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. കഴിവറ പോലെ ആരാടാ നീ ചതിയാന്ന്? എടാ പട്ടാളം പാപ്പച്ചന്റെ മോടെ കഴുത്തിൽ നീ മിന്നിയോട്ടാമെന്ന് കരുതണ്ട. നമുക്ക് കാണാം. അപ്പച്ചി വിടാ. കേട്ടില്ലേ? എനിക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ ഞാൻ കെട്ടും. ഇവിടെ ആരാ ചോദിക്കാൻ? റോസിക്കുട്ടി, നീ ഭാഗ്യവതിയാണ്. ഇതൊന്നും കാണേണ്ടി വന്നില്ലല്ലോ. അവളുണ്ടല്ലേ ആ പ്രേമക്കാരി, പട്ടാളം പാപ്പച്ചന്റെ മോള്, അവക്കൊരു കൊട്ടു കൊടുക്കണം. എന്തുവാടാ നിന്റെ നാവറങ്ങിപ്പോയാ? കൊടുക്കാൻ മുതലാളി. പാപ്പച്ചൻ കേട്ടോ? എന്തുവാടേ? ഇപ്പൊ എണീറ്റേ ഉള്ളോ? ഓ, പിന്നെ ഒച്ചയും ബഹളം ഒന്നും ഉണ്ടാക്കരുത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടുക. പെണ്ണിനെ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരുന്ന അവിടെ പഠിത്തം കേട്ടെന്ന് ഞാൻ പറഞ്ഞില്ലോടെ. നല്ല പഠിത്തമാണ് പെണ്ണിപ്പൊ പഠിക്കണത്. ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. പറയണ്ടെന്ന് കരുതി കടിച്ചു പിടിച്ചിട്ട് പറ്റണില്ല. ചങ്കിലിരുന്ന് തിങ്ങയാണ്. നീ എന്തുവായി പറയുന്നേ? ആ പൈലിയുടെ മോനുണ്ടല്ലോ, ഗൾഫിൽ പോയേക്കണ ചക്കൻ. അവനെന്താ പറ്റി? അവനിപ്പൊ ലീവില് വന്നിട്ടുണ്ട്. അവന് നമ്മുടെ പെണ്ണുമായിട്ട് കത്രീനയാണ് പറഞ്ഞത്. ടൗണിൽ വെച്ച് കണ്ടെന്ന്. രണ്ടാളും കൂടെ മോട്ടോർ സൈക്കിളുമേ ഒച്ചപ്പാടുണ്ടാക്കി ആളുകളെ കൂട്ടരുത്. അപ്പച്ചനി കേട്ടത് നേരാണോ? നേരാണോന്ന്? എടി പൈലിയുടെ മോന്റെ കൂടെ നീ മോട്ടോർ സൈക്കിളിൽ പോയെന്ന് ഞാൻ കേട്ടത് നേരാണോന്ന്? ഒന്നുകളെ ഞാൻ ചോര നീരാക്കിയാണ് ചോറ് തരുന്നത്. രണ്ടായിരം കാണിച്ചോണ്ടിരാ. അങ്ങോട്ട് മാറി. ഇവളെ കോളേജിൽ പോയി എന്തിനാണെന്നറിയോ? കണ്ണിക്കണ്ട ആമ്പിള്ളാരുടെ കൂടെ ഊരി ചുറ്റാനാ. അത് എന്തിനും പോകുന്ന പൈലയുടെ മോന്റെ കൂടെ ചാവിട്ടി
നല്ലൊരു പണി എടുത്തല്ലേ അപ്പന്റെ കൈ വീണ് അവനെ പെണ്ണ് വെച്ചോണ്ടാവുക ഇവിടെ എന്നതിനാണ് ഒന്ന് കരളിൽ തള്ളണം ഈ സമയത്ത്. ആങ്ങളെ നാളെ ഇവിടെ രക്ഷിക്കാൻ നോക്കുന്നു. ഇവിടെ ഇന്ന് ഞാൻ ശരിയാക്കും. ഇതൊള്ളാടി സണ്ണിക്കുട്ടിക്ക് എന്നെ ഇഷ്ട. നിനക്ക് സണ്ണിക്കുട്ടി ഇഷ്ടാന്നോ? ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയടി. നിനക്ക് ഇഷ്ടമാണല്ലോടി. എന്നെ പിടിക്കരുതാ പറഞ്ഞേ. നീ ചെരുവ കൊടുത്ത് പണിക്ക് വിടണ അവളൊക്കെ 4 അക്ഷരം പഠിച്ചോട്ടെന്ന് കരുതിയപ്പോ തലേ കയറണം. കടുംപിടുത്തം പിടിച്ചാണല്ലോ. പണ്ടത്തെ കാലമൊന്നും അല്ലത്. അപ്പനെ കാര്യത്തിൽ ഇടപെടണ്ട. ഇത് ഞാൻ നോക്കാം. ഇപ്പൊ തന്നെ ഇത് എഴുന്നള്ളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പിന്നെ പറയേണ്ടിരുന്നാൽ എങ്ങനെയാണ്? എന്തെങ്കിലും വന്ന് ഭവിച്ച തന്ത എന്നോടല്ലേ ചോദിക്കുള്ളൂ. ഇനി എവിടെ കഴിയും അങ്ങനെയൊന്നും വരത്തില്ല. ദേ, ഇനി കോളേജിൽ പോയാ മര്യാദയ്ക്ക് അവനവന്റെ കാര്യം നോക്കി തിരിച്ചു പോകണം. മനസ്സിലായോ? കാളയിലോ? അവളിനി കാളയിലും പോകണ്ട, കോപ്പിലും പോകണ്ട എന്ന് പറഞ്ഞാ എങ്ങനെയാ? അന്ത്യ അവളെ വെള്ളം കോരിട്ട് ഇപ്പൊ കലവടക്കണം. ആ കോരിടത്തുള്ളൊക്കെ മതി. എന്റെ അപ്പ ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലയോ? പറഞ്ഞെല്ലാം കേട്ടല്ല. നടത്തേണ്ട കാര്യങ്ങള് സമയാസമയങ്ങൾ ഞങ്ങൾ നടത്തിക്കോളാം. ഇനി ഇങ്ങനെ എന്തേലും ഉണ്ടായെന്ന് അറിഞ്ഞ അപ്പച്ചൻ പറഞ്ഞ പോലല്ല, അച്ചാച്ചനെ തനി സ്വഭാവം മോള് കണ്ടിട്ടുണ്ടല്ലോ. ചെല് ചെല്, മോൻ കഴുകിട്ട് കോളേജ് പോകും. എന്താ ഇവിടെ ഒരു തല്ലും വിളി? ഒന്നുമില്ല. സോഫി മോളെ കരച്ചില് കേട്ടല്ലോ. അത് അപ്പന് കാലത്തെ ചൂടറിയതാ. എടാ മോനെ പാപ്പച്ച, ആ ചെറുക്കൻ നല്ലവനാണെന്നാ കത്രീന പറയണത്. കാണാനും മിടുക്കനാ. അവിടെ തലേ വരെ അങ്ങനാണെങ്കിൽ പിന്നെ അത് വന്നുണ്ടോ? നീ പുറകെ ഉണ്ടെന്ന് അവളറിയോ? വേഷം മാറിപ്പോയാലാ? വേഷം മാറല. അല്ല, ഈ സീഡിപ്പണിയാകുമ്പോഴൊക്കെ വേഷം മാറിപ്പോണല്ലേ നല്ലത്? വേഷം മാറി കുളവാക്കല്ലേ. അതൊക്കെ ഞമ്മക്ക് വിട്. പക്ഷെ കോളേജ് വരെ പോണെങ്കി ബാറ്റ വേണം. മാറ്റയോ? വണ്ടിക്കാശ് ആകെ 2 രൂപ കയ്യിലുള്ളു. അതൊക്കെ തരാടേ. ചെല്ല്. എന്നാ ഓക്കെ. ഓക്കെ. നല്ല ആളാ, ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. ഇന്ന് എന്ത് പറ്റി? രാവിലെ 8 മണി വരെ ഇവിടെ കുത്തിയിരിക്കാൻ തുടങ്ങിയതാ. വാ കയറി കയറി. വേണ്ട സണ്ണിക്കുട്ടി, ഞാൻ വരുന്നില്ല. ആ അത് കൊള്ളാം. ഞാൻ നാളെ തിരിച്ചു പോവാ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വാ കയറി. ഇല്ല, ബൈക്ക് കയറിയുള്ള ചുറ്റല് ഇനി ഉണ്ടാവില്ലെന്ന് ഞാൻ വാക്കുകൊടുത്തിരിക്കുക. എന്തുവാ, തീ ഇല്ലയോ? ഉണ്ട്. പിന്നെന്തുവാ, കൊറേ നേരം ആയല്ലേ കത്തിക്കാൻ തുടങ്ങിയിട്ട്? അതെ, ഈ ബീഡിക്ക് ഇത്തിരി നനവുണ്ട്. കത്തി കത്തി കത്തി. പിന്നെ ഈ 9:30 ബസ് എപ്പോ വരും? 9:30 ബസ് എപ്പോ വരും? 9:30 ബസ് 9:30 വരും. അല്ല എന്തുവാ? അല്ല, അതറിയാൻ ചോദിച്ചാണ്. അയ്യേ, എന്തുവാ ഇത്? വേണ്ട, എടുത്തിയാടി കാര്യങ്ങൾ വഷളാക്കണ്ട. അടുത്ത ലീവിന് വരുമ്പോ നമുക്ക് എല്ലാ പ്രശ്നവും സോൾവ് ചെയ്യാം. അതുവരെ ഇയാളൊന്ന് ബോൾഡായിട്ട് നിന്നാ മതി. എന്തേ? ധൈര്യമായിട്ടിരിക്കടോ, ഞാനില്ലേ തൻ്റെ കൂടെ. ഓക്കെ? അപ്പൊ ഒക്കെ പറഞ്ഞ പോലെ അവളെ ശരിക്കും ഒന്ന് വരട്ടേക്കണം. എന്നാ വിട്ടോ. അയ്യോ, കുറച്ചേരം ആയല്ലോ താങ്കൾ പതുങ്ങാൻ തുടങ്ങിയിട്ട്. അത് ഈ ഡ്യൂപ്ലിക്കേറ്റ് ബീഡിയെ. ബീഡിയാ? അടവ് കയ്യിലിരിക്കട്ടെ. കുറച്ചേരം ഞാൻ കാണുന്നത് താൻ ആ ബസ് സ്റ്റോപ്പിലെ പെങ്കൊച്ചിനെ പതുങ്ങി നോക്കണത്. സത്യം പറ, താൻ പെൺവാർത്തക്കാരനല്ലയോ? അയ്യോ, പഠിച്ചവനാണ്. പട്ടക്കോല് വേണ്ട, ഞാൻ കളിക്കണം. പന്നികളെ എന്താ പ്രശ്നം? എന്താ എന്റെ കോളേജിലുള്ളതാ. എന്തിനാ മോളന്മാര് പിടിച്ചു വലിച്ചേ? അറിയത്തില്ല. കോളേജിലെ തെമ്മാടി പിള്ളേര്. തെമ്മാടികളാ? എന്നാ പിന്നെ അവന്മാരെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. ഉസ്മാനിക്ക പ്രശ്നം ഉണ്ടാക്കണ്ട. പ്രശ്നം ഉണ്ടാക്കണ്ട. മോള് മാറ്. കാര്യം എന്താണെന്ന് അറിയണ്ടേ? മോള് ധൈര്യമായിട്ട് കോളേജിൽ പോയിക്കോ. ഉസ്മാൻ പറയണ്ടാവും. ഇന്ന് 2-1 അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഡേഞ്ചറിനോട് അവന്മാര് കളിച്ചേക്കണത്. നോക്കടാ പന്നികളെ, വെറുതെ വിടുകടാ. ആശാനേ, ആശാനേ. ഹെഡ്മാസ്റ്റർ മുറിയതാ. പ്രിൻസിപ്പളാ. എന്തെങ്കിലും ആട്ടെ, അയാളെ മുറിയതാ. അവിടെ ആശാനെ നിക്കണവന്മാരാ. അവിടെ പിടിച്ച് നോക്കടാ അവനൊക്കെ.
ആര് പറഞ്ഞിട്ട് എന്റെ പെങ്ങളെ പിടിച്ച് വലിച്ചത്? അലോഷി പറഞ്ഞിട്ടാ. ഏതലോഷി? ചമ്പക്കര പൈലയുടെ ഡ്രൈവർ. പാടി ഇങ്ങോട്ട് പാടേ. ആ പൈലി ഇനി ഇറങ്ങി പാടാ. എടാ, കഴിവോടെ മോനെ. ഉമ്മിച്ചാ, എവനോട് ഞാൻ ചോദിക്കാം. തെമ്മാടി പിള്ളേരെ വിട്ട് നടുറോഡിലിട്ട് പിടിച്ചു വലിക്കാൻ എന്റെ മോൾ എന്ത് തെറ്റാണാ ചെയ്തേ? പൈലി കെട്ടുപ്രായം തികഞ്ഞൊരു പെങ്കച്ചിനോട് ഇങ്ങനെ ചെയ്യാവാടാ. എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം നീയുമായിട്ടുള്ള ഒരു ബന്ധവും വേണം തീരുമാനിച്ചോണ ഞാൻ. എന്നാ ഇപ്പൊ എനിക്കൊരു വാശിയുണ്ട്, എന്റെ മോളെ നിന്റെ മോനെ കൊണ്ട് തന്നെ കെട്ടിക്കണമെന്ന്. പക്ഷേ എവന്റെ ഒറ്റ ചില്ലിക്കാശ് പോലും എടുക്കാതെ നീ ഇറങ്ങി വരണം. എന്ത് പറയുന്നു? തയ്യാറുണ്ടോ നീ? എങ്കിൽ ഇതാണ്ടേ ഇപ്പൊ ഇവിടെ വെച്ച് എന്റെ മോളെ ഞാൻ പിടിച്ചുതരാം. ധൈര്യമുണ്ടോ നിനക്ക്? വേണ്ട, എല്ലാരോടും ഇട്ട് പറയാണ്, വിശ്വസിച്ചാലും ഇല്ലേലും ഇതൊന്നും ഞാൻ വായും മനസ്സ് പറഞ്ഞ കാര്യങ്ങളല്ല. ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് അവനേ ഉള്ളൂ. തുറക്കാരെ മുഴുവൻ വിളിച്ചുകൂട്ടി മുറ്റം നിറച്ച് പന്തലിട്ട് അന്തസ്സായിട്ട് അവന്റെ കല്യാണം നടത്തണമെന്നാണ് എൻ്റെ ആശ. പാപ്പച്ച, നീ അവനെ പിടിച്ചിറക്കിക്കൊണ്ട് പോകരുത്. പാപ്പച്ചോ, തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. കാല് പിടിക്കുന്നവനെ ചവിട്ടി തള്ളരുത്. ഞാൻ ഇതുവരെ ആരും ചവിട്ടി തള്ളിട്ടില്ല ചോ. സണ്ണിക്കുട്ടിക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ ഈ കല്യാണം നടത്താൻ എനിക്കൊരാക്ഷേപവും. പിതാവേ, ഞാൻ എന്തായി കേക്കണേ? എന്നാ പിന്നെ എന്ന് നടത്താന്നും കൂടി ഇവിടെ വെച്ചങ്ങോട്ട് തീരുമാനിക്ക. പൈലി പറ, എന്ന് നടത്താം. അവൻ ലീവ് കഴിഞ്ഞ് നാളെ പോവുകയല്ലോ, അടുത്ത ലീവിന് വരുമ്പോ. എന്നാ തീരുമാനിച്ചിരിക്കണു. ചെക്കൻ അടുത്ത തവണ ലീവിന് വരുമ്പോ ഈ ഇടവക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടി കൊടുമ്പിരിയായ ഒരു കല്യാണം. എന്തേ? കാര്യങ്ങൾ ഇങ്ങനെ മംഗളാവൂന്ന് ഞാനും വിചാരിച്ചില്ല. ചോരക്കളി നടക്കൂന്നാ കരുതിയേ. എന്തായാലും രണ്ട് വീട്ടുകാരും തമ്മിലുള്ള ഭയക്കും വെക്കാനൊക്കെ തീർന്നല്ലോ, അതന്നെ വലിയ കാര്യം. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട ഉമ്മ. മരിച്ചു പോണ മനുഷ്യരല്ലേ, ഇന്ന് ഞാൻ നാളെ നീ. അല്ല, പ്രമേന ചേച്ചി പിണങ്ങി പോവാ. അച്ഛനത് മൂന്നാമത്തെ തവണയാ എന്നെ തന്നെ ചൂണ്ടി നാളെ നീ എന്ന് പറയാൻ തുടങ്ങിയിട്ട്. അല്ല, പ്രമേന ചേച്ചിക്ക് മരിക്കാൻ ഇത്ര പേടിയാ? പേടിയല്ലോ, ഞാൻ പോയിട്ട് എവരൊക്കെ സുഖമായിട്ട് ജീവിക്കുമല്ലോ എന്നുള്ള സങ്കടമാ. ഇതങ്ങാട്ട് കൊണ്ട് വിളമ്പടി. എന്തുവാ നിന്റെ വള ഊരി പോവാ? അവക്ക് ഇഷ്ടമല്ല, പിന്നെന്തിനാ നിർബന്ധിക്കുന്നത്? ഇഷ്ടക്കേട് നോക്കിയാലേ വയറ്റിലോട്ട് വല്ലതും പോണ്ടായോ? പരിചയമില്ലാഞ്ഞിട്ടല്ലയോ? ഇങ്ങനെയൊക്കെ തന്നെയാ പരിചയിക്കണത്. അല്ലാതെ അമ്മയുടെ വയറ്റിൽ നിന്ന് വരുമ്പോ കറിക്കച്ചവടം പഠിച്ചോണ്ടല്ലേ ഞാൻ വന്നേത്. ദേണ്ടേ, ഇതെടുത്ത തെക്കേമുറി കൊടടി. നിന്നെ ആരും പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല. ഇയാളൊന്നും കഴിച്ചില്ലല്ലേ? ആ കറി എടുത്ത് കൊടുക്കണേ. വേണ്ട ആശാനെ, കൂടിയിൽ ചെന്ന ആകപ്രൻ പിന്നെ കള്ളു കുടിച്ച് കരല് വീക്കിച്ചത് ബാപ്പാന്റെ ചരിത്രം. അതൊന്നും അല്ല ആശാനെ, ഇവനിപ്പോ ഇതൊന്നും പിടിക്കൂല. ആളിപ്പോ വലിയ വിദേശിയായി പോയി. പടച്ചനാണ് വെറുതെ പറഞ്ഞ ആശാനെ. ഇന്നലെ നീ വിദേശി അടിച്ചില്ലോടെ? ഞമ്മളാ വേണ്ടാനും പറഞ്ഞല്ലോ. തെളിച്ചാലോ? ഇല്ലെങ്കിലാ തുടങ്ങിയല്ലോ വേട്ടക്കുകള്. മുണ്ടാണ്ടിരിക്ക അറിവന്നുണ്ട്. ആ കാത്തേ, നിന്റെ ഇളയോട് വന്നിട്ട് എന്തുവാണ് വിളമ്പാനൊന്നും തുടങ്ങിയില്ലയോ? ഒക്കെ ഒന്ന് പരിചയപ്പെട്ട് വരണ്ടായോ? ആ, പരിചയപ്പെട്ട് വരട്ട്. എന്നിട്ട് ഞങ്ങൾക്കും കൂടെ ഒക്കെ ഒന്ന് വിളമ്പി തരാൻ പറയണം കേട്ടാ. കുടിച്ച വയറ്റി കിടക്കണം, വേണ്ടാതിനും പറഞ്ഞാലുണ്ടല്ലേ. എന്തോ അതായത് ഓള് മുറിയിൽ കറി വിത്തരിക്കണ്ട, ഞാൻ ഈ തൊറ തന്നെ പൊറുക്കണത്. എവളെന്താ ഈ പറയുന്നേ? നീ ഫിറ്റോന്നോടി? ഇത്തിരി ഫിറ്റാ.
താതിനന്ദ 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 തെയ്യത്താര താതിനന്ദ 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 തെയ്യത്താര താതിനന്ദ താതിനന്ദ തന്റെ വിളിച്ചോണ്ട് പോണണ്ടാ ഇല്ലെങ്കിൽ ഇന്നലത്തെ പോലെ കാശപശി ആവേ ഞാൻ എന്തേലും പറഞ്ഞ പിന്നെ തേച്ചാലും കുളിച്ചാലും പോകത്തില്ല. പാലത്തെ കൂടെ കാർക്കാനി പെണ്ണു വരുന്നേ ഷാപ്പിൽ കിടന്ന് അലമ്പുണ്ടാക്കല്ലേ വന്നേ. എന്തുവാടെ എല്ലാവരും ഒന്നും വല്ല പരാതിയും പറഞ്ഞോടെ? ഇല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ. സോഫിയ മോളുടെ കല്യാണം ഉറച്ച വകയില് ഞങ്ങള് രണ്ടു കുപ്പി പാട്ട് പാടിയാല് എവക്കെന്താ പാട്ടും കൂത്തൊക്കെ പിടിക്കുന്നത് പിടിക്കണ്ട ഞാൻ ഫിറ്റല്ല ഞാൻ ഫിറ്റല്ല. മാമയ്ക്കുള്ളതൊക്കെ വാങ്ങിയോടെ? ഓ മേടിച്ചു. പോകാം. നീ ഇവിടുത്തെ കറിക്കച്ചറക്കാരിയല്ലേ? ആ അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. ഷാപ്പ് ഓണറൊന്നും അല്ലല്ലേ? ജാടയൊന്നും കാണിക്കരുത് കേട്ടാ. 10 ഷാപ്പിൽ കിടന്ന് ഉറങ്ങിയിട്ടുള്ളവരെ അപ്പച്ചൻ എപ്പോഴും ഡീസന്റ് ആയിരിക്കും. ഒന്ന് മാറിക്കേ, എനിക്ക് അങ്ങോട്ട് കർത്താവേ, നല്ല ശേലായിട്ടുണ്ടല്ലോ. കുരിശാണ് കർത്താവേ. ആ തോപ്പിക്കടവിന്റെ അവിടെ വരെ അപ്പനും മോനും ചക്കരയും ബീരയും പോലെ വന്നാണ് അവിടുന്ന് തുടങ്ങിയ ഉടക്കാടും. എന്റെ റബ്ബേ ചെക്കനും കുടിച്ചിക്കണ പഠിച്ചോനെ ചുമ്മാ സത്യമായിട്ട് ഞമ്മള് കുടിച്ചിട്ടില്ല. മടുത്തോക്ക് കുടിച്ചാണ് എന്റെ വാപ്പന്റെ മയ്യത്ത് എടുക്കേണ്ടി വന്നത്. ഇങ്ങോട്ട് നമ്മൾ കുടിക്കാതെ മയ്യത്താവുന്ന തോന്നുന്നത്. മലയാളത്തിലാ പറഞ്ഞ എന്റെ വീട്ടിനകത്ത് കയറിയുണ്ടല്ലോ ചവിട്ടി എല്ലിയെ നൂത്തുകളയും. എനിക്ക് നിങ്ങൾ പുല്ല് വേണ്ട. ഒരു കാര്യം പറഞ്ഞേക്കണം. വേറെ സാങ്കിനെ ഇയാളൊരു സാങ്കില്ലെങ്കിൽ എന്റെ ബോട്ട് കരക്കിരുന്ന് തുറമ്പിക്കല്ലയോ? തുരുമ്പെടുക്കോ ഇല്ല നമുക്ക് കാണാം. പിന്നെ വേറെ കാര്യം പറഞ്ഞേക്കാം. പാലത്തേക്ക് മോനെ തൊമ്മിക്കുഞ്ഞെ എന്നും പറഞ്ഞ ഹാർബറിൽ കുറെ കണ്ടുപോയത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. അപ്പൊ ഞാനും കൂടെ ചാച്ചിക്കോട്ടെ എന്നും പറയും പാതിരാത്രിക്ക് എന്റെ പുതപ്പിനുടെ അട്ട പോലെ ചുരുണ്ട് കയറാൻ അങ്ങോട്ട് പോട്ടടി. അവൻ പോയാ എവിടെ വരെ പോകും നമുക്കറിയാൻ പാടില്ലേ. തെക്കോട്ട് പോയാ മുട്ടുങ്ങ വരെ, വടക്കോട്ട് പോയാ ബോട്ട് കടവ് വരെ. അത് കഴിഞ്ഞാൽ അവരെവിടാ ലോകം. ഒരു മറ്റേടത്ത് റാങ്ക് വന്നിരിക്കുന്നത്. പണിക്കേറ്റിയ ബോട്ട് ഇന്നത്തോണ്ട് കോക്കിയത് തീരൂടെ? അവൻ പോയടേ. ഓ വല്ലതും പറഞ്ഞ? ഇത് മുതലാളിയെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഇതെന്തുവാ? എയർപോർട്ട് വരെ വിട്ടതിനുള്ള കാർ വാടക. വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ, സമ്മതിക്കണ്ടായോ? സ്വന്തം തന്തയ്ക്ക് കാർ വാടക തരാനും മാത്രമാവും വളർന്നു. ഒരു കാര്യത്തിൽ സംശയമില്ല, മുതലാളിയുടെ മോൻ തന്നെ. എന്താ ഒരു വാശി. അത് നമ്മുടെ കാർത്തിയാനിയുടെ അനിയത്തിയാ. ഏത് കാർത്തിയാനി? ഷാപ്പിലെ. അവക്ക് ഇത്രയുള്ള അനിയത്തിയുണ്ട്? ഈടെ വന്നതാ, പൊട്ടിയാ. മിണ്ടത്തില്ല, പക്ഷെ കാതിന് കുഴപ്പമൊന്നുമില്ല. അത് കൊള്ളാവല്ലേ. മുതലാളിക്ക് ആളതല്ലാതെ പിടിച്ചെന്ന് തോന്നണല്ലേ. ഒരു കിളിമീന്റെ മണവും രുചിയും അറിഞ്ഞിട്ട് 4 മണി ആയില്ലയോ? അതെങ്ങനാ? മുതലാളിക്ക് പഴയ മീനൊന്നും കണ്ടാ കണ്ണി പിടിക്കത്തില്ലല്ലോ. ഇവിടെ ചെറുപ്പം മാറാതിരിക്കണമെങ്കിൽ ചെറുമീൻ തന്നെ തിന്നണം. എന്നാ പിന്നെ ഇതൊന്ന് വീശി നോക്കട്ടെ. നടക്കുവാ? നടന്നില്ലെങ്കിൽ പൊക്കും. ഇറങ്ങി പോടാ അവിടുന്ന്. എന്റെ കാർത്തിയെ മഹാലക്ഷ്മിയാണ് നീ ആട്ടിയിറക്കണമെന്ന് ഓർത്തോ. എവന്റെ ഒരു മഹാലക്ഷ്മി കൊണ്ട് കൊടുക്കടാ നിന്റെ മക്കൾ. അത്രയ്ക്ക് വലിയ ശീലാവധി ഒന്നും ഞാൻ വേണ്ട. നിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഈ തുറയിൽ എല്ലാവർക്കും അറിയാവാ. നിനക്ക് എന്താ ചരിത്രം അറിയാവുന്ന? എന്താടി ഇവിടെ വെള്ളം? ആലോചിയോ? എന്താടേ? രാഘവനോട് ഉണ്ടായിരുന്ന എവനെ എന്റെ അനിയത്തി വേണോന്ന്. വേണോടെ? ഞാൻ വെറുതെ തമാശക്ക്. അവന്റെ ഒരു തമാശക്ക് ഒരുത്തന് മാത്രമേ പാവരിച്ചിട്ടുള്ളൂ. ഇപ്പോഴും എല്ലാം മുറേ പണിയെടുത്തന്നെ പറക്കണത്. തുറയിലെ കണ്ണുകടിയന്മാർ പറയണത് ഇങ്ങോട്ട് മൂപ്പിച്ചോണ്ട് വന്നാലുണ്ടല്ലോ വെട്ടിയിറക്കി തെങ്ങും ചോട്ടിലിടും ഞാൻ. അവൻ വിലവേശം വന്നിരിക്കണ്. എന്തോ അടി നോക്കിക്കൊണ്ട് നിൽക്കണത്. കെട്ടിയിറങ്ങി കുന്തോ തുളിച്ചോണ്ട് നടക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലയോ? ഹലോ, എവിടെ ഇരിക്കണേ കണ്ണീര്? പോയി വേലയടി. മുതലാളി ഒന്ന് അടങ്ങ്. അതൊക്കെ അവളുടെ ഒരു അടവില്ലയോ? കെട്ടിയോന്റെ മുമ്പിൽ ശീലാവധി ചമയാതെ പറ്റുവാ? അവളുടെ കെട്ടിയോരുണ്ടായിരുന്നു. ഓ, കെട്ടിയോൻ ആരാന്നാ? നമ്മുടെ രാഘവൻ. ഡ്രൈവർ രാഘവനാ തന്നെ. അവൻ എന്നെ തടുത്തു മാറി സൈഡിലേക്ക് ഒരു ഒതുക്കിപ്പിടുത്തം. ആദ്യം ഞാൻ വിചാരിച്ചെന്നെ തല്ലാനായിരിക്കുന്നു. പിന്നല്ലയോ മനസ്സിലായത് അവനും ഉണ്ട് ആ പെണ്ണിനോടൊരിത്. എന്നിട്ട് എന്തായി? അവനെ ശരിക്കൊന്ന് കുപ്പിയിൽ മുക്കി. ആ പെണ്ണ് കാർത്തിയുടെ സ്വന്തം അനിയത്തിയൊന്നും അല്ല, തന്തയുടെ 2ാം കുടിയിലുള്ളതാ. തന്ത കടലിൽ പോയി ചത്ത്. തള്ളയാണെങ്കിൽ പിന്നെ അവളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും തിരക്കാനാണോ നീ അവനെ കുപ്പിയിൽ മുക്കിയത്? ഞാൻ പറയുന്ന കേള്. രാത്രി അവൻ അവളെ പൊക്കാന്ന് ഏറ്റിരിക്കുക.
മുതലാളി ആ ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നാ മതി, ആളവിടെ കൊണ്ടുവരാം. ഏറ്റല്ലോ? ഏറ്റു. എന്നാ വണ്ടി എടു. ഒന്ന് വേഗം കഴിയ വെക്കടി. എടീ ദേ കൊച്ചോണെന്ന് കരയുന്നു. ഈയൊക്കൊന്ന് എടുത്താലെന്ത്? ഞാൻ എടുത്തിട്ടൊന്നും സമ്മതിക്കുന്നില്ല. എടി അതൊക്കെ ഞാൻ കഴുകി വെച്ചോളാം, നീ ചെന്ന് കുഞ്ഞിനെ എടുക്ക്. വണ്ടി ഇറ. ഇല്ലെങ്കിലോടാ. മുതലാളി, മുതലാളി, ആളെവിടെടാ? സ്ലിപ്പായി പോയി മുതലാളി. എന്തോന്ന്? കയ്യിന്ന് ചാടിപ്പോയി. നീ എന്തോടാ എന്നിട്ട് കുരങ്ങളിപ്പിക്കാനോ? കയ്യും കടിയിരുന്നോ പൊലത്താന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചാടിപ്പോയെന്നു? ഞാൻ പറയണ സത്യമാണ് മുതലാളി. ലോറി കയറ്റാൻ തുടങ്ങിയപ്പോ അവള് കൊതിരി ഓടി, ഞങ്ങള് പുറകെ ഓടി. മുട്ടിങ്ങ വെച്ച് തൊമ്മിച്ചിനെ ഇടയിൽ ചാടി വീണ് അടിയായി. രാഘവന്റെ തല പൊട്ടി ചോരയിട്ട് കണ്ടപ്പോ ഞാൻ തിരിഞ്ഞോടി. എന്നിട്ട് ആ പെണ്ണിനെയും കൊണ്ട് അവനെങ്ങാട്ട് പോയി? അതറിഞ്ഞൂടാ. സെബസ്ത്യാശാൻ അവനെപ്പൊടി നോട്ടം ഉണ്ട്. വർത്താനത്തിനിടയില് ഈ കാര്യം 1-2 പ്രാവശ്യം കൊത്തിയിടുകയും ചെയ്തു. അത് വേണ. കത്രീനക്ക് എന്തുവാടി ഒരു കുഴപ്പം? ഇവനൊക്കെ 2 വയസ്സിന് എളുപ്പമല്ലയോ? നാക്കിച്ചിരി കൂടുതലാണെങ്കിലും ആള് പാവാ. കാര്യമൊക്കെ ശരിയാണ്, എന്നാൽ ഈ തുറന്നൊരു ബന്ധം വേണ്ട. അവിടെ കൈ പൂത്ത കാശുണ്ടടി. പെണ്ണിന്റെ കാര്യത്തിന് മുമ്പ് ഈ കാര്യം ഒന്ന് ഒത്തു കിട്ടിയാലേ ഒരു തിരിമറി. വേണ്ട 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 വേണ്ട. അവനക്ക് കിട്ടുന്ന സ്ത്രീധനപ്പണം കൊണ്ട് നമ്മുടെ പെണ്ണിനെ ഇറക്കി വിടണം. എന്നിട്ട് വേണം വന്നു കയറുന്ന പെണ്ണിന്റെ മുമ്പിൽ നാണം കെടാൻ. ഇയാള് കിടന്ന് ചാടാതെ അവന്റെ മനസ്സിലിരിപ്പും കൂടെ അറിയട്ടെ. കണ്ടോടെ ഇങ്ങോട്ട് ഓടി. ആരാടാ? മാതാവേ, ഇതേതാണ്? ഇതില്ല പൊട്ടിപ്പണ്ണല്ലയോ? ഇല്ല മറ്റവിടെ അനിയത്തി. ആർക്കടാ? ഇല്ല കള്ളുകാർത്തിയാകടെ. എന്റെ മാതാവേ, ഈ നട്ടപ്പാതിലേക്ക് നീ ഇതിനെയും കൂട്ടി എവിടുന്നാടാ വന്നെ? ഒരു എടാകൂടത്തിന് രക്ഷിച്ചോണ്ട് വന്നതാ. എന്തോ എടാകൂടം? അതൊക്കെ പറയാം.
ഇങ്ങോട്ട് കയറി വാ. കേറി വാടി. എന്തോന്നിനെ ഇങ്ങോട്ട് കയറുന്നേ? എവിടെ കൂര എന്തോ കടലെടുത്ത് പോയോ? എവക്ക് അങ്ങോട്ട് പോകാൻ മേലാത്തോണ്ടാ. കൂരയിലോട്ട് പോകാൻ മേലാത്ര കയറി കിടക്കറി എന്തോ പള്ളിപ്പറമ്പോ പറഞ്ഞയക്കണേ അലവലാതിയെ. എവളൊരു പാവം അപ്പച്ച. അന്നാ പാവങ്ങളൊക്കെ രക്ഷിക്കാൻ ഇയാളാ മിശിയാ തമ്പുരാനോ? ഇറങ്ങി പോണി പുറത്ത്. എവിടെ ഇറക്കി വിടില്ല അപ്പച്ച. കേറി പോണേത്ത്. കണ്ണടച്ചാൽ പെണ്ണുങ്ങൾക്ക് കയറി നിറങ്ങാനുള്ളതല്ല പാപ്പച്ചന്റെ വീട്. നിന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞേ. പഞ്ചമി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എവിടെ ഇറക്കി വിട്ടാ പിന്നെ ഞാൻ അവിടെ നിക്കത്തില്ല. നിക്കത്തില്ല, വേണ്ട. ഇയാൾ അങ്ങോട്ട് ചെല്ലുവാ. അപ്പോഴേ ഒറ്റയ്ക്കാണ് ഇങ്ങോട്ട് വന്നാ മതി. അല്ലെ ബോട്ട് ഞാൻ വേറെ സാങ്കിനെ നോക്കും. അങ്ങോട്ട് പോട്ടടി. എവിടെ വരെ പോകും നമുക്കറിയാൻ പാടില്ലയോ? എന്തോ അമ്മച്ചി കാര്യം? എനിക്കൊന്നും അറിയാൻ മേല മോളെ. അറിയാണ്ട് വന്നു വിട്ട ഒഴിയാബാധ അതൊന്നും കരുതണ്ട. ഇഷ്ടായോണ്ട് തന്നെയാ കൂടെ കുട്ടിയത്. വഴക്കൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാറത്തില്ലേ. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. കന്നിപ്പെണ്ണെ നീരാടിവാ, എൻ കനവിൽ മുല്ലപ്പൂ ചൂടിവാ. കന്നിപ്പെണ്ണെ നീരാടിവാ, എൻ കനവിൽ മുല്ലപ്പൂ ചൂടിവാ. കടലെന്നതുപോലെ ഉലഞ്ഞിടുമാശകൾ തിരതല്ലൊന്നുണ്ടേ, അതിലമ്പിളി എന്നതുപോലൊരു കൺമണി നീ അറിയുന്നുണ്ടേ. കന്നിപ്പെണ്ണെ നീരാടിവാ, എൻ കനവിൽ മുല്ലപ്പൂ ചൂടിവാ. ഇതളുകളും തളിരുകളും നിലവൊളിയിൽ കുതിരുന്നേ, ഇതളുകളും തളിരുകളും നിലവൊളിയിൽ കുതിരുന്നേ. ഇരുഹൃദയത്താളമതൊന്നായി ഇണകൾ നമ്മിൽ നിറയുന്നേ, ഇരുഹൃദയത്താളമതൊന്നായി ഇണകൾ നമ്മിൽ നിറയുന്നേ. അങ്കുലിയണയെ സ്വരമുണരുന്നുണ്ടേ, തിരകളിൽ അങ്കുലിയണയെ സ്വരമുണരുന്നുണ്ടേ. കന്നിപ്പെണ്ണെ നീരാടിവാ, എൻ കനവിൽ മുല്ലപ്പൂ ചൂടിവാ. കിളിമരവും ചെറുലതയും കുളിരറിയെ പുണരുന്നേ, കിളിമരവും ചെറുലതയും കുളിരറിയെ പുണരുന്നേ. ഇരുജന്മക്കല്ലോരിനി നാം ഒന്നായിന്നൊഴുകുന്നേ, ഇരുജന്മക്കല്ലോരിനി നാം ഒന്നായിന്നൊഴുകുന്നേ. അലഞ്ഞൊറിയുമ്പോൾ നുരപൊതിയുന്നുണ്ടേ, തുരുതുരെ അലഞ്ഞൊറിയുമ്പോൾ നുരപൊതിയുന്നുണ്ടേ. കന്നിപ്പെണ്ണെ നീരാടിവാ, എൻ കനവിൽ മുല്ലപ്പൂ ചൂടിവാ. ഇവറ്റകൾക്ക് കാലത്തൊന്നും കൊടുത്തില്ലയോ? കിടന്ന് കൊത്തി പറിക്കുന്നല്ലോ. തല തിരിഞ്ഞെന്നാണ് തോന്നുന്നത്. മുറ്റത്ത് കിടന്ന് കവാത്ത് കളിക്കാണ്ട് വെള്ളത്തിലാട്ടിറങ്ങി വല്ലതും കൊച്ചിപ്പറക്കി തിന്നു വിചാരിക്കളെ. പീറ്റപ്പനല്ല അവന്റെ അപ്പൻ അവക്ക് വില പറയാറായിട്ടില്ല. എനിക്ക് മക്കള് രണ്ടല്ല മൂന്നാ. ഇതെന്റെ മൂത്ത മോള ജലറാണി. ഇവക്ക് താഴെയാ തൊമ്മിച്ചനും സോഫിയായും. സ്വർണം തരാമെന്ന് പറഞ്ഞാ എവളെ ഞാൻ ആർക്കും കൊടുക്കത്തില്ല. അപ്പളേ വിത്താരം പറഞ്ഞോണ്ട് നിക്കാണ്. അല്ലേ നമ്മുടെ പീറ്റപ്പൻ മുതലാളുടെ മനസ്സിലിരിപ്പ് കേട്ടില്ലോടെ. കടം മേടിച്ച കാശ് ഞാൻ പലിശയും കൂട്ടി അങ്ങ് തിരിച്ചു കൊടുക്കും. അല്ലാതെ എന്നെ റാണിമോടെ മേലെ കണ്ണു വെച്ചാലുണ്ടല്ലോ ആ പൂതി അങ്ങ് മനസ്സിലിരിക്കത്തേ. കടലിൽ പോകാണ്ട് മോളെ കെട്ടി പിടിച്ചാണ്ട് ഇവിടെ ഇരുന്നോ. ഡേ
ആ അവനെ ഇതുവരെ കണ്ടില്ലല്ലോ. കാലത്ത് മുതൽ ഞാൻ പറയണതല്ലേ ഒന്ന് പോയി നോക്കാൻ. എനിക്കെന്തോ ഒരു വന്തികേട് മണക്കണുണ്ട്. എന്നും പോണ പോലല്ല ഇന്നലത്തെ അവന്റെ പോക്ക്. ഇയാൾ ഷട്ടിങ് ആശാനെ ആശാനെ സംഗതി ആകെ ഡേഞ്ചർ ആയിക്കണ്. എന്തോടെ? തൊമ്മിക്കുഞ്ഞാ പൊട്ടിപ്പെണ്ണേം കുട്ടി രജിസ്റ്റർ ഓഫീസിൽ പോയി നിൽക്കാൻ കഴിഞ്ഞു. ആ പൈലി മുതലാളി അലോശിയും കൂടി സാക്ഷി നിന്നിട്ടെല്ലാം നടത്തി കൊടുത്തേന്ന്. നമ്മുടെ ചമ്പപ്പറമ്പിന്റെ അടുത്ത് പൈലിയുടെ ഒരു ഫീലിംഗ് സെറ്റ് ഒഴിഞ്ഞിടപ്പല്ലയോ? കെട്ടും കഴിച്ച് രണ്ടാളെ അതേലോട്ട് കുടികയറ്റി താമസിപ്പിച്ചിരിക്കുക. ഞാൻ എന്തൊക്കെയാണ് ഈ കേക്കണത്? ഞാൻ അന്നേരെ പറഞ്ഞല്ലേ സംഗതി വിഷയാണെന്ന്. ആ കാർത്തിയായനി കൈവശം കൊടുത്തതാണെന്നാണ് തുറയിലുള്ളവരെല്ലാരും പറയുന്നത്. വേണ്ട, അവനെ ഞാൻ കൊണ്ടുവരാം. ഏത് കൈവശം ഉണ്ടെങ്കിലും ഞാൻ തുപ്പിക്കും. അതിക്രമം ഒന്നും കാണിക്കരുത് കേട്ടോ. എന്തുവാ കാണാൻ നിക്കണത്? ഇവിടെ എന്തരെ കൂത്ത് കിടക്കണ? എല്ലാരും പോയിന്. അത് പറയാ നീ ആരുടെ? പോലീസ് മന്ത്രിയാ? തള്ള ഏതാ? ഞാൻ ഈ ചടിവാറ് മണ്ണി പറഞ്ഞവള് തന്നെ. കളിത്തളയെ ഓട്ടിക്കാനും മാത്രം നീ വളർന്നില്ല കേട്ടാ. ശോഭിച്ച് ചാമ്പലാക്കി കളയും ഞാനും. ശമിക്കട്ടാ. നിങ്ങളോടല്ലേ പറഞ്ഞത് പോകാന്? ആ മതി മതി, എല്ലാരും പോയി. പോയിരടേ ഈശ്വര. നിനക്കെന്താ അവിടെ കാര്യം? എന്തുവാ കാര്യമെന്നാ? അത് കൊള്ളാം. എന്റെ തൊമ്മിച്ച ഇവളെ കെട്ടിച്ചു തരണോന്ന് പറഞ്ഞിരുന്നേ ഞാൻ നടത്തി തരുമായിരുന്നല്ലേ. അതിനിങ്ങനെ ചതിച്ച് തട്ടിക്കൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചതിയാ? ഓ, എന്റെ പെണ്ണിനെ കാണാതെ ഇന്നലെ മുഴുവൻ ഞാൻ തിരക്കി നടക്കാത്ത സ്ഥലമേതുമില്ല, അറിയാവാ? പിന്നെ കാര്യം പറയാതെ വളവള ചലച്ചോണ്ടല്ലേ. ഞാനതെല്ലാം ചതിച്ചിട്ടില്ല, തട്ടിക്കൊണ്ട് പോന്നിട്ടില്ല. പിന്നെ എന്റെ കൊച്ചി ഇതിനകത്ത് എങ്ങനെ വന്ന്? നിന്റെ വച്ചോ ഇതേ അധികം വിത്തരിക്കല്ലേ. നീയോ നിന്റെ കെട്ടിയോ സ്വന്തം ബന്ധം പറഞ്ഞ ഇതൊക്കെ കണ്ടാവണ്ടല്ലേ. വീട്ടിലേക്ക് നിന്നോടാ പറഞ്ഞു കിടക്കാൻ. എവിടെ കൂടെ കൊണ്ടുപോകാൻ ഞാൻ വരാം. എവിടെ ആരാണ് നിന്റെ? എന്റെ ഭാര്യ. കണ്ട തേവിടിച്ചൊക്കെ എന്നെ എന്ത് വേണേ പറഞ്ഞു. പക്ഷെ അവളെ പറഞ്ഞ നീ എന്തോ വിടവനെ. യവനെ എന്തിനാ തല്ലുന്നേ? യവൻ എന്ത് തെറ്റ് ചെയ്തു? വൈലി, നീയും കൂടെ ചേർന്നോണ്ട് കടുങ്കൈ ചെയ്തല്ലേ. കടുങ്കൈ? എന്ത് കടുങ്കൈ? യവനൊരാണല്ലയോ? യവള് പ്രായം തകഞ്ഞൊരു പെണ്ണ്. അവർ തമ്മിൽ ഇഷ്ടവുമാണ്. അപ്പൊ പിന്നെ ഒരുമിച്ച് ചേർത്തതിൽ എന്തുവാ തെറ്റ്? യവൻ തുണ കൊടുത്തതൊരു മിണ്ടാപ്രാണിക്കല്ലയോ? എന്റെ മോനും നിന്റെ മോളും തമ്മിൽ ഇഷ്ടമാണെന്നും പറഞ്ഞ് വീട്ടിൽ കയറി വന്നപ്പോ ഞാനെതിര് വല്ലതും പറഞ്ഞ? പള്ളിയിൽ അച്ഛന്റെയും തുറക്കാരുടെയും മുമ്പിൽ വെച്ച് കല്യാണം ഉറപ്പിക്കല്ലേ ഇത്? ഇതിലെന്തുവാടി? ജാതിയും മതവും അതൊക്കെ മനുഷ്യന്മാർ വേർകൂർതിരിക്കണതല്ലയോ? ദൈവത്തിന്റെ മുമ്പിൽ ആകപ്പാടെ രണ്ട് ജാതിയും, ആൺജാതിയും പെൺജാതി. വെറുതെ തല്ലും ബഹളം ഉണ്ടാക്കാതെ തലയിൽ കൈവച്ച അനുഗ്രഹിച്ചും പോ പാപ്പച്ച. മോള് വേണ്ടേ ഇങ്ങോട്ട് നീങ്ങി നിന്നു. അപ്പച്ചനൊന്ന് അനുഗ്രഹിക്കട്ടെ. പാപ്പച്ചാടേ വേണ്ട, അങ്ങനെ അനുഗ്രഹിക്കാൻ ഞാൻ മിശിയാതമ്പരാനൊന്നും അല്ല, പച്ച മനുഷ്യനാ. ഡേ, എന്റെ ചങ്കാ നീ പറിച്ചെടുത്തിരിക്കുന്നേ. അധികകാലം നീ ഇവനോട് പൊറുക്കാമെന്ന് വിചാരിക്കണ്ട. ചാവിട്ടിക്കൊന്ന് ഞാൻ കടലിൽ തള്ളിക്കളയും. പട്ടാളം പാപ്പച്ചനാ പറഞ്ഞേ. ചെവിയെന്ന് വിളിക്കോ? വടേ കാലത്തോളായ സ്ഥിതിക്ക് അപ്പനും മോനും കൂടി തമ്മി തല്ലി നാട്ടുകാർക്ക് കാഴ്ച കാണാനുള്ള അവസരം ഉണ്ടാക്കണോ? മാനവും മര്യാദയായിട്ട് ഈ പെങ്കുച്ചിനെ ഇറക്കി വിടണ്ടേ പാപ്പച്ച? ഇനി എന്ത് മാനമാച്ചോ? അങ്ങനെ അങ്ങോട്ട് നിരാശപ്പെടണ്ട. ഭൂമിയിൽ ആദ്യമായിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ ഇത്. ഇനിയിപ്പോ എന്താണോ ചെയ്യേണ്ടത്? ആ പെണ്ണിനെ മാമോദിസ മുക്കി പള്ളി അറിഞ്ഞ് കെട്ടി നടത്തുക. അത് തന്നെ. ഒരു കാര്യം ചെയ്യാം. അടുത്ത മാസാദ്യ ഞായറാഴ്ച ഉണ്ണിമിശിഹായുടെ തിരുനാളിന് കൊടി കയറുകയാണ്. തിരുനാൾ കഴിഞ്ഞിട്ടാവാം. എന്താ എന്താ കുന്തം വിഴുങ്ങിയ മാതിരി നിക്കണത്? അച്ഛൻ ചോദിച്ചത് കേട്ടില്ലയോ? അച്ഛൻ തന്നെ അവനെ കണ്ടങ്ങ് പറഞ്ഞാ മതി. ഞാൻ പറയാം, പക്ഷെ അതിനേക്കാളും മുമ്പ് നിങ്ങൾ ആരെങ്കിലും കണ്ട് സംസാരിക്കണം. എന്തിനാ മടിക്കണേ? അപ്പനും മോനും അല്ലേ? ദേ, ഇക്കാര്യത്തിൽ ഞാൻ പൈലിയുടെ കൂടെയാണ്. ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും പൊറുക്കാനും ക്ഷമിക്കാനും തെറ്റ് കണ്ടാ തിരുത്താനും അയാളെ കണ്ടുപഠിക്കണം. തെറ്റാർക്കും പറ്റാം, പക്ഷേ അത് തിരുത്താനുള്ള മനസ്സുണ്ടാവുന്നവനാണ് മനുഷ്യൻ. പറയാച്ചോ, ഞങ്ങ അവനോട് പറയാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. എനിക്കൊരു വീട് വെഞ്ചിരിപ്പിന് പോണം.
നടക്കണേ, വല്ല കുഴിയിലും വീഴും. ആ എന്നിട്ട് അമ്മച്ചൊന്നും ചോദിച്ചില്ലേ? അവർക്ക് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. അത് കാളിത്തള്ളക്ക് എങ്ങനെ മനസ്സിലായി? അത് കൊള്ളാം, മുഖം കണ്ട അറിയത്തില്ലയോ? അനിയത്തി സോഫിയോ? കൈവീശി കാണിച്ചു. അപ്പച്ചൻ അപ്പച്ചൻ നിന്നോടൊന്നും ചോദിച്ചില്ലേ? ആ അതിന്റെ മോഹത്ത് എപ്പോഴും അങ്ങനെ ഇരിക്കത്തുള്ളൂ. മുത്തച്ഛാന്ന് വിളിക്കാൻ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പം ഈ കറിവൊക്കെ അങ്ങ് മാറത്തില്ലയോ? ഈശ്വര, ഇതെന്താണ് ഇങ്ങനെ ആലോചിച്ചോണ്ട് കിടക്കണത്? ഒന്നുമില്ലടേ. മറ്റന്നാ ഉണ്ണിമിശികയുടെ തിരുനാളിന് കൊടിയേറുകയാണ്. അച്ഛൻ പറഞ്ഞതൊക്കെ മറന്ന? എന്ത്? തൊമ്മിക്കുഞ്ഞിനെ കണ്ട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് ദിവസം എത്രയെന്നറിയാവാ? പറയാം. എപ്പാ? അന്ത്യാവട്ടെ. ഇനി എന്തിനാണ് അന്ത്യാക്കണതെന്ന്? ഏതായാലും കെട്ടു നിർത്താമെന്ന് തീരുമാനിച്ചു. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചു കളിക്കണതെന്ന്? ഉള്ള നേരത്തെ കെട്ട് നടത്തിയില്ലെങ്കിൽ പിന്നെ തള്ളയുടെയും പുള്ളയുടെയും മാമോദിസ ഒന്നിച്ച് നടത്തേണ്ടി വരും കേട്ടാ. ഇയാളൊന്ന് വായടക്കണേ. ഓ, എന്റെ വായടക്കാനാണ് ഇപ്പൊ തിരക്കായത്. ഞാൻ പോണേണ് എന്റെ പൊന്നെ. അല്ല പിന്നെ കടലെന്ന് പറഞ്ഞാൽ ആരുടെയും തറവാട്ട് വക സ്വത്തൊന്നും അല്ലടേ. ആർക്കും എവിടെയും പോയി മീൻ പിടിക്കാം. എന്നാലും ബോട്ടുകാരെ പോലെ അല്ലല്ലോ വള്ളക്കാര്. ഈ കർക്കിടകമുള്ള തീരം ചേർത്ത് ബോട്ട് പിടിക്കുന്ന കഷ്ടമല്ലയോ? വേണ്ടേ, ഇയാൾ അപ്പം പഠിപ്പിച്ച ആദർശം തത്വമൊക്കെ നോക്കിയാലുണ്ടല്ലേ നിന്ന് പിഴയ്ക്കാൻ പറ്റത്തില്ല. എന്നും ഇങ്ങനെ ഉണ്ടും തിന്നും മുണ്ടും കീറി നടന്നാ മതിയോടെ. വേണ്ടേ, ഇയാളിപ്പോ പഴയ തൊമ്പിച്ചരല്ല, ഒരു പെണ്ണിനെ പോറ്റേണ്ടവനാ. 10 കാശുണ്ടാക്കി സ്വന്തമായിട്ടൊരു ബോട്ടൊക്കെ വാങ്ങണ്ടായോ? പിന്നെ ഇയാൾ വീട്ടിലേക്കാണോ? അല്ല, സിറ്റി വരെ ഒന്ന് പോണം. ഒരു ഫോട്ടോ ചില്ലിടാൻ കൊടുത്തിട്ടുണ്ട്. എന്നാ വാ, പോണ വഴിക്ക് ഇറങ്ങാം. വേണ്ട, ഞാൻ ബസ്സിന് പോയിക്കോളാം. അതെന്തുവാടെ ഇയാൾ അങ്ങനെ പറഞ്ഞത്? ഇയാളെ പണിക്കാരനായിട്ടൊന്നുമില്ല ഞാൻ കണ്ടേക്കണം. എന്റെ സണ്ണിക്കുട്ടിയെ പോലെ തന്നെ. കേറടേ. കാലത്തല്ലേ എങ്ങനുണ്ട്? നല്ല 10ാം ക്ലാസ് ആയിട്ടുണ്ട്. പരമശിവനും പാർവതിയും കൂടി ഇരിക്കണ പോലെ തന്നെ. കഴുത്തേൽ ഒരു മാലയും കൂടെ വേണമായിരുന്നു. അയ്യോ, അത് ഞാൻ ഓർത്തില്ല. അതിനെന്തര്, ഇനി വേണേ ബോട്ടം പിടിക്കാല്ലോ. അത് ശരിയാ. ഞാൻ കടലിൽ പോയിട്ട് വരുമ്പോ സിറ്റി പോയിട്ട് വീണ്ടും ഒന്നും എടുക്കാം. മോൻ പോയിട്ട് ഇനി എപ്പം വരണത്? 3-4 ദിവസത്തേക്കുള്ള പണിയാ. പുതുപുത്തൻ ബോട്ടല്ലയോ, പുറം കടലിൽ ചെന്ന അവൻ കപ്പല് പോലെ പോകും. മോനെ, എനിക്കൊരു 25 രൂപ വേണമായിരുന്നു. കരുനാഗപ്പള്ളി വരെ ഒന്ന് പോണം. മൂത്ത മോക്കടങ്ങ് അവിടെ ഇടയ കൊച്ചിന് ചരട് കെട്ട്. അപ്പൊ ഇന്നാളെ ഏത് കൊച്ചിന്റെ ചരട് കെട്ടായത്? രണ്ടാമത്തോളുടെ, മീനാക്ഷിയുടെ. പഞ്ചമി, ഒരു 25 രൂപ കൊടുത്തരെ. അപ്പൊ ഞാൻ ഇറങ്ങാം. അതൊക്കെ നീ അങ്ങ് മടങ്ങി വെച്ചാ മതി. ഓ, ഭഗവാനേ, ഈശ്വര, കാത്തുരക്ഷിക്കണേ. ഈ തൊമ്മിക്കുഞ്ഞു മോനെ കാറ്റിലും ഗോളിലും പെടുത്താതെ കരയ്ക്ക് തിരിച്ചു കൊണ്ടത്തരനെ. കടക്കലെ മുത്തപ്പ, ശക്തികുളങ്ങര ധർമ്മശാസ്താവേ, എന്റെ ഓച്ചിറ പരബ്രഹ്മമേ, മണ്ണാർശാലയ നാഗരാജാവേ, വൈറ്റിക്കണ്യായിരിക്കുന്ന പഞ്ചമി കുഞ്ഞിനൊരു ഓമന കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഭഗവാനേ. ഓ, മതി 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 മതി, 25 രൂപയ്ക്കുള്ളതായി. ഈശ്വര, അപ്പൊ കാലത്തല്ലേ ഞാൻ ഇറങ്ങാ. വാ. എവള് വൈറ്റിക്കണിയാന്ന് ഉറപ്പാന്നോ? മോൻ പോയേച്ചും വരി, അപ്പൊ ഞാൻ ഉറപ്പിച്ച് പറയാം. പിന്നെ കരുനാപ്പള്ളിലും ഓച്ചിറയിലൊക്കെ കറങ്ങാണെന്ന് എവളെവിടെ ഒറ്റക്കായിക്കളയല്ലേ? എവിടെ പോയിരുന്നാലും എന്റെ ഉയിര് ഇവിടെ തന്നെ ഉള്ളത്. ഓട്ടാ
പേടിക്കണ്ട. അപ്പച്ചൻ വഴക്കിനൊന്നും വന്നല്ല. അവൻ കടലിൽ പോയില്ലയോ? പെട്ടെന്ന് വന്ന ദേഷ്യം കൊണ്ടെന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞു. കരുതിക്കൂട്ടിയല്ല, സങ്കടം കൊണ്ടാ. മോള് പൊറുക്കണം. ആരും പോലും ഇല്ല ഇങ്ങനെ ജീവിക്കണ കണ്ടിട്ട് ചങ്ക് പടയ്ക്കുക, കരയെ പിടിച്ചിട്ട മീനെ പോലെ. പള്ളി എറിഞ്ഞ് നിങ്ങളെ കെട്ട് നടത്തി വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത്. അത് പറയാനാ വന്നേ. അവൻ വരുമ്പോ പറഞ്ഞേരെ. നാളെ കഴിഞ്ഞ് എടവപ്പള്ളി പെരുന്നാളിന് കൊടിയേറുക. പെരുന്നാൾ കഴിഞ്ഞ് അടുത്ത ആഴ്ച നിങ്ങളെ കെട്ട് കല്യാണം. അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നേ. കരണ്ട, കടലമ്മയോട് പ്രാർത്ഥിക്കാം. അല്ല, സോഫിമോൾ ഉറങ്ങിയോ? കാത്തിരുന്നിരുന്ന് ഉറക്കം തൂങ്ങണ കണ്ടപ്പോ അവളോടും അമ്മച്ചിയോടും പോയി കിടന്നോളാൻ പറഞ്ഞു. ഇത്രയും നേരമായിട്ട് ഇത് എവിടെ പോയി കിടക്കണ? ഇനിയിപ്പോ വല്ല വഴക്കുമക്കാണോ ഉണ്ടായി കാണുവാ? അങ്ങനെ വിഷമിക്കൊന്നും വേണ്ടാന്ന്. ചിലപ്പം ബായക്കൊക്കെ മാറി ബാപ്പിയും മോനും കൂടി ഷാപ്പിൽ മിനുങ്ങാൻ പോയിട്ടുണ്ടാവും. അതേ ഒരു ടോർച്ചോട്ടം കാണണ്ടല്ലോ. ഇത് എവിടെയായിരുന്നു ഈ പാതിര വരെ? കടപ്പുറത്ത് മരന്നടിച്ച് കിടക്കായിരുന്നു. തെര വന്ന് അടിച്ചു കയറിട്ട് ഒരു അനക്കില്ലെന്ന്. പടച്ചോനെ, നമ്മൾ ആകെ പേടിച്ചുപോയി. ഡേഞ്ചർ ആയെന്ന് വിചാരിച്ചത്. ഒന്ന് മുണ്ടാണ്ടിരിക്കടാ, ശകനം കേട്ടോ വർത്താനം പറയാണ്ട്. എന്റെ ഉമ്മ ആ കിടപ്പൊന്ന് കാണുമായിരുന്നു. എന്താണ്, വല്ല കുഴപ്പമുണ്ടായോ? ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ കടലമ്മയോട് പറയായിരുന്നു. എല്ലാം പറഞ്ഞൊന്ന് കരഞ്ഞപ്പോ ഇടവപ്പാതി പെയ്ത് ഒഴിഞ്ഞ പോലെ ഒരു അടക്കം കണ്ട്. അവനുണ്ടായിരുന്നില്ല, കടലിൽ പോയിരിക്കായിരുന്നു. എന്നിട്ട് എല്ലാ വിവരങ്ങളും അവളോട് വിശദമായിട്ട് പറഞ്ഞു. അവളും കടലമ്മയുടെ മോള് തന്നെ അല്ലയോ, നമ്മുടെ കുടുംബത്ത് ചേരേണ്ടവള് തന്നെ. അന്നമ്മേ, പടച്ചവനെല്ലാം സബൂറാക്കി തരും. ഈ ബേജാറാകണ്ട. ഞാനാ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാ. വാതിലൊന്ന് തുറന്നേ. പേടിച്ചു പോയോ? മോൾ ഒറ്റയ്ക്കാണോ? വേണ്ടേ? അപ്പൊ ഞാൻ വന്നത് എത്ര നന്നായി. രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരണ്ടായോ? മോൾ ഇവിടെ ഒറ്റയ്ക്കാണോ എന്നൊരു സംശയം. അതൊന്നും അറിയാൻ വേണ്ടി വന്നതാ. നിന്റെ കാര്യത്തിൽ എനിക്ക് ഇത്തിരി ഉത്തരവാദിത്വമൊക്കെ ഇല്ലയോ? ഫോട്ടോ ഒക്കെ തൂക്കിയിട്ടുണ്ടല്ലേ? കൊള്ളാവല്ലേ? ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും സുന്ദരിയാ നേരിട്ട് കാണാൻ കേട്ടാ. തീപ്പെട്ടി ഉണ്ടോ? അല്ല, എന്തിനാ തീപ്പെട്ടി? ഈ ചില്ലൊന്ന് പൊക്കിയാ മതി, ഞാൻ കത്തിച്ചോളാം. നാല് നാളത്തെ ആർത്തിയും വെപ്രാളം കൊണ്ട് ആ പെങ്കൊച്ചിനെ വാരിക്കോരി തിന്നുകളയല്ലേ? നാളേക്കും വേണ്ടാണെന്ന് ഓർമ്മ വേണം. കരുനാഗപ്പള്ളി വരെ പോയായിരുന്നു. അവിടെ പൊന്നു മോനെ, എന്നോട് വരുത്തൊന്നും തോന്നല്ലേ. ഞാൻ ഇന്ന് വൈകിട്ടാണ് മോക്കടാൻ കുന്നെത്തിയത്. വന്നപ്പോ നമ്മുടെ പഞ്ചമി കുഞ്ഞുവിടെ ഇല്ല. എവിടെ പോയത്? എവിടെ പോയെന്ന് അറിയത്തില്ല. വീട് പൂട്ടിയിട്ടുമില്ല. കാന്തരി വിളക്ക് തറയിൽ പൊട്ടിക്കിടന്നിരുന്നു.
തൊമ്മിച്ചൻ കടലിൽ പോയിന്ന് വൈകിട്ട് പാപ്പച്ചനെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. എന്റെ അപ്പച്ചനാ തന്നെ പുള്ളിക്കാരനും പെണ്ണും കൂടെ ചെറിയുടെ അടുത്തിരുന്ന് എന്തൊക്കെയോ പറയണ കണ്ടു. ഇപ്പോഴീ കാളിത്തള്ള വന്ന് പറയുമ്പോഴാണ് അറിയണത് പെണ്ണിവിടെ ഇല്ലെന്നുള്ള കാര്യം. അച്ഛൻ പഞ്ചമി അറിയാ, നീ വണ്ടിയിലോട്ട് കയറ്, വണ്ടിയിലോട്ട് കയറാനേ. തൊട്ടുപോകരുത്. ചവിട്ടിക്കൊന്ന് വലിച്ചെറിഞ്ഞിട്ട് ഇപ്പൊ പുന്നാരിക്കാൻ പറഞ്ഞ പറഞ്ഞെങ്കിലും നീ ഇത് ചെയ്യൂന്ന് ഞാൻ കരുതിയില്ലടാ. ചങ്കാ നീ പറിച്ചെടുത്തിരിക്കുന്നത്. അധികം കാലം ഇവരോട് പൊറുക്കാവെന്ന് വിചാരിക്കണ്ട. ചാവിട്ടിക്കൊന്ന് ഞാൻ കടലിൽ തള്ളിക്കളയും. പട്ടാളം പാപ്പച്ചനാ പറയുന്നത്. ചെവിയെ നുള്ളിക്കോ, ചെവിയെ നുള്ളിക്കോ, ചെവിയെ നുള്ളിക്കോ. മോനെ, അപ്പച്ചനത് വായും മനസ്സും അറിഞ്ഞതല്ല കേട്ടാ. പറയുന്നത് കേക്ക്. അപ്പച്ചനെങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അടിച്ചക്കെ ഇപ്പൊ മനസ്സിലായ ഉസ്മാനോട് കളിച്ചാ കളി ഡേഞ്ചർ ആവൂന്ന്. ഡേഞ്ചർ ആവും സൂക്ഷിച്ചിരുന്നു. കളി അധികം കളിക്കേണ്ടി വരത്തില്ല. നമ്മളോടാണ്. അതെ, നിന്നോട് തന്നെ. അറിഞ്ഞില്ലേ? ആ പൊട്ടിപ്പെണ്ണി അത്ര വെറുതെ ഒന്നുമല്ല, ബലാത്കാരം ചെയ്തിട്ടാ. ഇത് ഞങ്ങള് പറയണല്ല, വെട്ടിപ്പൊളിച്ച് നോക്കിയ ഡോക്ടർമാര് പറഞ്ഞ. ബലാത്കാരത്തിന് ആശ മാത്രമേ ഉള്ളൂ, അതോ ശിഷ്യന്മാരും വേണ്ട. പൊട്ടച്ചെവി അല്ലാണ്ട്. എടാ, ഈ വക ഇബിലീസിന്റെ പണിയൊന്നും നമ്മുടെ ആശാൻ ചെയ്യൂല. അതിനൊക്കെ മുതലാളിയില്ലേ ആ പൈലി, ഓനെ നോക്കിയാ മതി. ഓ, അവനാരാണ്? യേശു ക്രിസ്തു. അതേടാ യേശു ക്രിസ്തു. എന്റെ അടങ്ങിലേക്ക് കൊലത്തും. യേശു ക്രിസ്തുവും കൂടെ ശിഷ്യന്മാരും.
പള്ളി വരാന്ന് പറഞ്ഞിട്ട് പെരുന്നാളായിട്ടെങ്കിലും പള്ളി പോവില്ല എന്ന് പറഞ്ഞാൽ കഷ്ടമാണ് കേട്ടാ. മനസ്സിനൊരു സുഖമില്ല, തെരയപ്പെട്ട പോലെ. ഒറ്റയ്ക്ക് ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്ന മനസ്സടങ്ങില്ല. പള്ളിയിൽ പോയെന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചാൽ ഒരു സമാധാനം കിട്ടും. വാ വരാൻ വാ. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. മോളെ എന്താ? അയ്യേ വളർന്നു വരും നാളുകളിൽ വിതിർന്ന നിൻ പുഞ്ചിരിയിൽ, വളർന്നു വരും നാളുകളിൽ വിതിർന്ന നിൻ പുഞ്ചിരിയിൽ മറന്നു സർവവും തളിർത്തു സർവതും, മറന്നു സർവവും തളിർത്തു സർവതും എൻ മകനെ നീയണയേ നിറഞ്ഞു നെഞ്ഞകം കിലും കൊഞ്ചല ഉണ്ണി പുൽക്കൂടു കൂട്ടും എൻ മനസ്സിൽ പിറന്നു പൊന്മകനെ നീ ഒലിവിൻ ശാന്തിയിൽ പെരുന്നാൾ പുണ്യവുമായി വളർന്നു കഴിഞ്ഞാലും എൻ കൈകൾ തന്നൂയലും, വളർന്നു കഴിഞ്ഞാലും എൻ കൈകൾ തന്നൂയലും
സാറേ ഒന്നും അറിയില്ല. ഞാൻ പറയുന്നത് കേക്ക്. അയ്യോ ഞാൻ നിരപരാധിയാണ് കുഞ്ഞിനാമ, ഞാൻ നിരപരാധിയാണ്. സാറേ പറയുന്നത് കേക്ക് സാറേ. എന്റെ മോൻ തൊമ്മിച്ചിന്റെ ബോട്ട് എവിടെയാ? അങ്ങേറ്റത് മോനെ മോനെ അപ്പനെ പോലീസ് വിളിച്ചോണ്ട് പോയടാ. നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? അതിപ്പോ ഞാനെന്ത് ചെയ്യാനും? ദുഷ്ടത്തരം കാണിച്ചാ പോലീസ് പിടിക്കും. അത് നാട്ടിൽ പതിവാണ്. അപ്പൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്? പിന്നെ എന്റെ പെണ്ണ് എങ്ങനെയാ ചത്തത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. നിങ്ങളുടെ മുമ്പ് ഞങ്ങൾ കിടക്കുന്ന മാനക്കേടായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും കാണാൻ പറയത്തോ കഴിവായിരുന്നില്ലേ? ഇല്ലെങ്കിൽ അയാൾക്ക് എന്നെ കൊല്ലായിരുന്നില്ലേ? മിണ്ടാപ്രാണിയായ പെണ്ണ എന്താ അപരാധം ചെയ്തു? അയാളുടെ കാര്യം എനിക്ക് കേൾക്കണ്ട, കാണുക വേണ്ട. കണ്ടാ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. അങ്ങനൊന്നും പറയല്ലേ മോനെ. നീ അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ ആരാ ഉള്ളത്? വേണ്ട, ഞാനും അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അയാൾ എന്റെ ശത്രുവാ. അമ്മച്ചി നോക്കിക്കോ, ഞാൻ അയാളെ വെറുതെ വിടത്തില്ല. മോനെ മോൻ വേണ്ട, വക്കാലത്ത് പറയാൻ വേണ്ടി അമ്മച്ചി നിൽക്കണ്ട. പോയിക്കോ. മോനെ അയ്യോ മോനെ. ആ ജാമ്യം കിട്ടുമെന്ന് വിചാരിച്ചല്ല. തെക്ക് വടക്ക് ഒരു ഓട്ടപ്രദക്ഷിണം തന്നെ നടത്തേണ്ടി വന്നു. നിങ്ങളുടെ ഭാഗ്യം. പിന്നെ സമൻസ് കിട്ടിയാൽ കൃത്യമായിട്ട് ഹാജരാകണം. ജാമ്യക്കാരെ ബുദ്ധിമുട്ടിലാക്കരുത്. ഹാജരായിക്കോളാം. ശരി, എന്നാ വരട്ടെ. ജാമ്യം നിന്നോക്ക് ശരിയാ. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ബോട്ട് ഞാൻ തിരികെ തരത്തില്ല. ആ തീറ്റപ്പനെ അറിയാലോ. ഏത് ബോട്ടിന്റെ കാര്യം അവൻ പറഞ്ഞേ? നമ്മുടെ ബോട്ടിന്റെ. അതെ പാപ്പച്ച വന്നേ. ജാമ്യത്തിലെടുക്കാൻ രണ്ടാള് വേണമെന്നാ വക്കീല് പറഞ്ഞത്. വെറുതെ രണ്ടാള് പോരല്ലോ. സ്വന്തം പേരിൽ ഭൂമിയുള്ളവരും കരമടച്ച രശീതും കുന്തവും കുടച്ചക്രവും ഒക്കെ വേണ്ടേ? കോടതി കാര്യങ്ങളല്ലേ. ഭാഗ്യത്തിന് കത്രീന ഉണ്ടായോണ്ട് ഒരാളൊത്തു. പിന്നെ ബോട്ട് ഈട് കൊടുത്തിട്ടാ പീറ്റപ്പം നിൽക്കാൻ സമ്മതിച്ചത്. അപ്പോ എന്റെ ജലറാണി മോളും നിങ്ങളുണ്ടായാലല്ലേ ബോട്ടിന്റെ ആവശ്യമുള്ളൂ. വേണ്ടേ, ജലറാണിയുടെ സ്ട്രാങ് റൂമിന്റെ താക്കോല് എന്നെ ഏൽപ്പിച്ച ജോലി തീർന്നേ. ഇനി ബോട്ട് ഓടിക്കുവോ കരയേറ്റി വെക്കുവോ എന്താന്ന് വെച്ചാ ചെയ്തോ. ദാണ്ടേ ഇത്രയും വാശി ഉണ്ടായിരുന്നേ പിന്നെ പാപ്പച്ചനെ ജാമ്യത്തിൽ ഇറങ്ങാൻ ഇയാളെ ഏൽപ്പിച്ചെന്തിനാ? അതാണ് പൈലിയുടെ ഒരു കളി. എര കൊത്തിയാൽ ഉടനെ വെട്ടിപ്പിടിക്കാൻ പാടില്ല. അങ്ങ് അയച്ചു വിട്ടുകൊടുക്കണം. അവൻ ഓടും, ഓടി ഓടി തളരും. അപ്പ പിടിമുറുക്കണം, പിന്നൊരൊറ്റ വലിയ. എന്തായാലും കേസ് ഇന്ന് പാപ്പച്ചൻ രക്ഷപ്പെടത്തില്ല. അതെങ്ങനെയാ? അതിനുള്ള ലൂപ്പ് ഹോൾസ് വാദത്തിനിടയിൽ ഞാൻ ഉണ്ടായിക്കോളാം. ഏറ്റല്ലേ? ഏറ്റു. ആഹാ, നമ്മുടെ കക്ഷി വന്നല്ലോ. എന്നാ നിങ്ങൾ തുടങ്ങ, ഞാൻ ഇറങ്ങട്ടെ. ആ മാത്തച്ഛൻ ഇറങ്ങുവാന്നോ? പോണം, വൈകിയ വീട്ടിൽ വലിയ പ്രശ്നമാണ്. ഞാനിവിടെ വരാം. പൈലിച്ചോ, ഞാനും ഇറങ്ങുവാ. ഹലോഷേ, ഓ എവരെ ഒന്ന് കൊണ്ടാക്കിയച്ചും വാടേ. ഓ ആ സോടെ ഇവിടെ വച്ചും പോടേ. ഓ ആ വാടേ, നിന്നെ കാത്തിരിക്കുകയായിരുന്നു. ഇതങ്ങോട്ട് പിടിപ്പിച്ചേ. വേണ്ട വേണ്ട, ഞാൻ കഴിച്ച. അതിനെന്തുവാ, ഒന്നുകൂടി കഴിച്ചെന്ന് കരുതി ചാകത്തൊന്നും ഇല്ലടേ. ഹായ് ഹായ് ഹായ്. കല്ലും കാശും വെച്ച് നീട്ടിയാ വേണ്ടാന്ന് പറയരുത്, ദൈവദോഷം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട പറയിച്ച. എന്നാ പിടി. എവനോ ആള് കൊള്ളാവല്ലേ. ഒരെണ്ണം കൂടെ കഴിക്കടേ. ഇന്ന് എനിക്കൊരു സന്തോഷമുള്ള ദിവസമാണ്. കഴിക്ക. ഇതും കൂടി കഴിച്ചാൽ നിനക്കൊരു സമ്മാനം തരാം.
കഴിക്കടേ, മുതലാളി സന്തോഷത്തോട് തരുന്നില്ലയോ? വേണ്ടേ ഇതും കൂടെ വെച്ചോ. ഇത് ഞങ്ങളുടെ ബോട്ടിന്റെ ആന്നല്ലോ. ഞങ്ങളുടെ അല്ല, നിന്റെ. എന്തുവാ വിശ്വാസമായില്ലേ? ഇപ്പം ജലറാണി എന്റെ കസ്റ്റഡിയില. ഇനി അത് ഓടിക്കേണ്ടത് നീയാണ്. പാപ്പച്ചന്റെ കണ്ണും മുമ്പിൽ കൂടെ നീ അത് ഓടിക്കണം. എന്റെ ഒരു വാശിയാ. വേണ്ടേ, ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. പണിയും തുണിയില്ലാതെ എന്തോ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടപ്പോഴാ മുതലാളി എന്നെ വന്ന് വിളിച്ചത്. രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ ഇങ്ങ് പോന്നു. എന്തുവാ? സ്നേഹം കൊണ്ട്. അല്ലെങ്കിൽ തന്നെ ആ പെങ്കൊച്ചിനെ പാപ്പച്ചനാണ് തട്ടിയെന്ന് അറിഞ്ഞപ്പോ മുതലേ ഞാൻ അവിടുന്ന് പോരാൻ ഉറപ്പാക്കി. അവൻ കൊന്നത് എവന്റെ പെണ്ണിനെ മാത്രമല്ലല്ലോ, ഒരു കുഞ്ഞിനെയും കൂടി അല്ലയോ. അപ്പച്ചാന്നും വിളിച്ച് എവന്റെ പിറകെ ഓടി നടക്കേണ്ട ഒരു കുഞ്ഞിനെയും കൂടെ. എന്റെ അപ്പനെങ്ങനോ ആയിരിക്കണമായിരുന്നു, വെട്ടി നുറുക്കി ഞാൻ കടലിൽ തള്ളിയനെ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. വരീം വരീം, കേറിക്കോളി. ഇങ്ങോട്ട് വാ. ഉമ്മ എന്തേ ഇങ്ങോട്ടൊന്ന് വന്നേ. വീട്ടിലെന്താ വിശേഷം? അത് റാത്തീവാണ് മോളെ. റാത്തീബോ? ആ, എന്ന് വെച്ചാ അത് ഞമ്മളൊരു നേർച്ചയാണ്. സോഫിമോളെ ബാപ്പാക്ക് ഒരു ദോഷവും വരാതിരിക്കാൻ ഊസ്മാ നേർന്നതാ. എന്താണ് ഓർത്ത് കിടക്കണത്? ഒന്നുമില്ല. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുക. നിങ്ങൾ തന്നെയാണ് കൊന്നത്? 32 കൊല്ലം കൂടെ പുറത്തിട്ടും നിനക്ക് എന്നോട് പൊറുക്കണം. ചങ്കിലെ തിങ്ങലടങ്ങാഞ്ഞത് കൊണ്ടും ചോദിച്ചു പോയതാണ്. اللهم لك الحمد ولك الشكر يا الله يا رحمن يا رحيم آمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد وبارك وسلم عليه آمين. اللهم نسألك نستغفرك سلامة في الدنيا وسوفية في الجسد آمين. وزيارة بالعلم والهدى وبركة بالرزق آمين. وتوبة قبل الموت. എന്താ? ഒന്നുമില്ല. എന്ത് പറ്റി? ഒന്നുമില്ല. ഇങ്ങോട്ട് വരാൻ പോട്ടെ ഉസ്മാനെ. ഓന് പണിയില്ലാത്തോണ്ടല്ലേ മോളെ, അനക്ക് പഠിച്ചാൻ വേണ്ടി വെച്ചിട്ട് വേറെ വാങ്ങി തരും. അവൻ വാങ്ങി തന്നില്ലെങ്കിൽ ഞാൻ വാങ്ങി തരാം. സമ്മതിക്കൂല. അന്നോട് ആടിനെ വിടാനല്ലേ പറഞ്ഞത്? ഓടി ഒത്തോട്ട്.
ഉസ്മാനെ, എന്തിനാടേ അവിടെ ആടിനെ വിറ്റ്? ആടിനെയും കോയിനെയൊക്കെ മനുഷ്യന്മാർ വളർത്തുന്നത് ഓരോ ആവശ്യത്തിന് വേണ്ടിയാണ്. കായില്ലാത്തപ്പോ വിൽക്കും, ഉള്ളപ്പോ വാങ്ങും. ഇന്നാശാൻ ഇത് വെച്ചോളി. എന്തോന്നിന്? വക്കീലിന് കായ് കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ കോടതി പുസ്തകത്തിൽ ഒന്ന് തിരിഞ്ഞു കളിച്ചാലാ? അങ്ങനൊന്നും ഉണ്ടാവത്തില്ലേ. ഉള്ളതൊക്കെ ഇങ്ങനെ വിറ്റ് പെറുക്കി കിടന്നാ ഒടുവിൽ നിനക്കാരും കാണത്തില്ല. അതിലൊന്നും നമുക്ക് വിഷമില്ല. ആശാൻ എന്തെങ്കിലും പറ്റിയാല് നമുക്ക് സഹിക്കില്ല. ആശാന് പറയിച്ചെണ്ണന്റെ കൂട്ടത്തില് ആശാൻ ഞങ്ങളെ കൂട്ടരുത്. വേണ്ട, എന്റെ കൂട്ടത്തിൽ ആരും വേണ്ട. എന്താ ആശാൻ ഇങ്ങനെ പറയണത്? അങ്ങനെയുള്ളൊരു ബന്ധമാണ് നമ്മൾ തമ്മിൽ. ഈ സ്വന്തമൊന്നും ബന്ധമെന്നൊക്കെ പറയുന്ന വെറുതെ. സ്വന്തം കാര്യം വരുമ്പോ ചിലര് തന്തയെ കൊല്ലാൻ പോലും മടിക്കത്തില്ല. വല്യമ്മച്ചി, എന്നാ ചായ. കേസ് വിളിക്കാറേ, ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അപ്പച്ചനെ കൊലക്ക് കൊടുക്കല്ലേടാ. അവനെപ്പോഴേ അങ്ങനെ കൊന്നു കഴിഞ്ഞു. കായൽപുരയിൽ അഗസ്തി പാപ്പച്ചൻ, കായൽപുരയിൽ അഗസ്തി പാപ്പച്ചൻ. ഉസ്മാനെ, നീ എന്തുവാടെ ഒന്നും മിണ്ടാതിരിക്കണത്? ഏയ്, ഒന്നുമില്ല. പിന്നെ എന്താ അത്ര ആലോചിക്കാനുള്ളത്? നമ്മുടെ ആശാനെ തൂക്കിക്കൊല്ലാൻ വിധിക്കോടാ. ഹേയ്, അതൊക്കെ നാട്ടുകാർ വെറുതെ പറയുന്നല്ലോടെ. അല്ല, കിയാമന്നാൾ അടുക്കുമ്പോ ഒക്കെ തലവത്തിന് മറിയുന്ന ഉമ്മ പറയാറുണ്ട്. സത്യം നുണയാകും, നുണ സത്യമാകും. ആശാൻ കരുതിക്കുട്ടി കൊന്നാണെന്നല്ലേ പറയണത്? തൂക്കാൻ തന്നെ വിധിക്കും, ഉറപ്പാ. ഇല്ലെന്ന് ഞാൻ പറയുന്നു. വിധിച്ചാലോ? ഇല്ലെങ്കിലോ? വിധിച്ച അനക്കെന്ത് ചെയ്യാൻ കഴിയും? ആശാനെ വെറുതെ വിടുമെന്ന് ഞാൻ പറയുന്നു. ബെറ്റുണ്ടാ? ഇല്ല, വെറുതെ വിടണമെന്ന് തന്നെ ഞങ്ങളുടെയും പ്രാർത്ഥന. അപ്പച്ച, ഞാനീ കേട്ടത് നേരാണ്. എന്താ മോളെ? അപ്പച്ചനെ തൂക്കിക്കൊല്ലോ. മോളോട് ആരാ ഇത് പറഞ്ഞ? എല്ലാരും പറയുന്നുണ്ട്. വെറുതെ പോഴത്തം പറയാൻ മോളെ. അപ്പച്ചന് ദോഷവും വരുത്തില്ല. അയ്യേ, എന്തോ മോളെ ഇത്? നീ കോളേജിൽ പഠിക്കുന്നോളല്ലയോ? വല്ലവരും വിവരക്കേട് പറയുന്ന കേട്ട് ഇങ്ങനെ കരയാവും. ചെല്ല്, ചെന്ന് ചായ കുടിക്കും. ചെല്ല്. പെണ്ണെന്തിനാണ് കരഞ്ഞോണ്ട് പോണത്? അവളോട് ആരണ്ടോ പറഞ്ഞു എന്നെ തൂക്കിക്കൊല്ലുന്നു.
വെറുതെ കരഞ്ഞു വിളിച്ച പെങ്കൊച്ചിനെ പേടിപ്പിക്കല്ലേ. അവക്ക് ധൈര്യം കൊടുക്കണ്ട നീ അല്ലയോ? അവക്ക് മാത്രമല്ല എനിക്കും. അങ്ങനെ വല്ലതും ഒടേ നമ്മുടെ എന്റെ തീരുമാനം എന്താണെന്ന് വെച്ച് നടക്കട്ടെ. സോഫി മോടെ കല്യാണം എത്രയും വേഗം നടത്തണം. അല്ലെങ്കിൽ ചിലപ്പോ കാണാൻ വിധി ഉണ്ടായില്ലെങ്കിലോ. പറ്റത്തില്ല ഓപ്പച്ച, ഒരു കൊലപാതകിയുടെ മോളെ. പൈലേ, ഞാൻ ഇന്നവരെ ആരെയും കൊന്നിട്ടില്ല, രക്ഷിച്ചിട്ടേ ഉള്ളൂ. അത് മറ്റാരെക്കാൾ നന്നായിട്ട് നിനക്കറിയാം. കട്ടമരത്തടിയെ ഒഴി വന്ന് നിന്നെ. വേണ്ട, പുരാണം ഒന്നും വിളമ്പണ്ട. രക്ഷിച്ച പേരും പറഞ്ഞ് ഈ തുറ മുഴുവൻ നീ എന്നെ തോനെ നാറ്റിച്ചിട്ടുണ്ടല്ലേ. ആ നാറ്റം ഇപ്പോഴും ചുമന്നോണ്ട് നടക്കുക. ഇനി എനിക്കതൊന്ന് കഴുകണം. ഞാൻ രക്ഷപ്പെട്ടതേ എന്റെ ആയുസിന്റെ ബലം കൊണ്ടാ. തർക്കിക്കാൻ വന്നതല്ല, തുറക്കാരും മുഴുവൻ അറിഞ്ഞ് ഈ മുറ്റത്ത് വെച്ച് ഉറപ്പിച്ച കല്യാണമാ. നീ എന്നെ കൈവിടല്. ദൈവം തമ്പുരാൻ പോലും കൈവിട്ട നിന്നെ ഞാൻ രക്ഷിച്ചാല് അതിന്റെ ശിക്ഷ എനിക്ക് കിട്ടത്തില്ലയോ? എന്നെ നീ നോക്കണ്ട, എന്റെ മോൾ ഒരു പാവമാണ്. പാവങ്ങളെ കെട്ടിക്കാൻ അരമനേന്ന് സഹായം കൊടുക്കണുണ്ട്. നീ അവിടെ ചെന്ന് പറ, പൈലിയുടെ മോന്റെ തോളയിലോട്ട് കേറ്റാൻ നോക്കല്ലേ. സമയം കളയാതെ ചെല്ല്, ഇറങ്ങി പോടേ. പൈലി, കൂട്ടിച്ചേർത്ത മനസ്സുകളെ പിരിക്കല്ലേടാ. ദൈവം നിന്നോട് കണക്ക് ചോദിക്കും. കണക്കൊക്കെ ഞാൻ ബോധിപ്പിച്ചോളാം. നീ ഒന്നുകൂടെ ആലോചിക്കും. ഒരുപാട് ആലോചിച്ചു. കൊക്കിലൊതുങ്ങുന്ന ഒരു ബന്ധം എപ്പോഴും നല്ലത്. ഇച്ചിരി കാശ് ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. അതിന് കടലിലോട്ടല്ലാതെ വേറെ അങ്ങോട്ട് പോകാനാ. പൈലി പറയുന്നതായിട്ട് ഇങ്ങനെ എടുത്ത് ആടേണ്ട കാര്യണ്ടാ. കല്യാണത്തിന് സമ്മതമല്ലെന്ന് സണ്ണിക്കുട്ടി പറയത്തില്ല, അതെനിക്ക് ഉറപ്പാ. ഞാൻ അവന്റെ ഒരു കത്തയക്കട്ടെ, കാര്യങ്ങൾ വിശദമായിട്ട് അറിയാല്ലേ. വേണ്ട, ഏച്ച് കെട്ടിയാൽ മുടിച്ചിരിക്കത്തേ ഉള്ളൂ. പൈലിയെ വെല്ലുവിളിച്ചോണ്ട് ഇനി ഈ കല്യാണം വേണ്ട. എന്റെ മോക്ക് മനസ്സമാനത്തോടെ ജീവിക്കാൻ പറ്റത്തില്ല. പാപ്പച്ച, ഞാൻ പറയുന്ന നീ കേള്. എനിക്കൊന്നും കേൾക്കണ്ട. ഇയാൾക്ക് വെള്ളം തരാൻ പറ്റുമോ? ഇല്ല, വേണ്ട, ഞാൻ വേറെ വെള്ളം നോക്കിക്കോളാം. ഇയാൾ എന്തുവാണ് ഇങ്ങനെ പറയുന്നത്? വള്ളം തരുന്നതിൽ വിഷമം ഉണ്ടായിട്ടല്ല, എപ്പോഴാ വേണമെന്ന് വെച്ചാൽ എടുത്തോണ്ട് പൊക്കോ. വള്ളപ്പങ്കോ വലപ്പങ്കോ പോലും തരണ്ട. എന്നാലും ഒറ്റയ്ക്ക് പുറംകടലിൽ പോണോ? പോണം. എനിക്ക് എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് എന്നെ കുഞ്ഞിനെ ഒരുത്തിന് ലേപ്പിക്കണം. എന്താണ് കാണിക്കാൻ പോണത്? പൈലിയുടെ മോന് വേണ്ടേലേ എന്റെ മോളെ തുറേ കടാചരക്കാട്ട് നിന്ന് പോകത്തില്ല. അന്തസ്സായിട്ട് തന്നെ ഒരുത്തനൂടെ പറഞ്ഞയക്കും. അതിനുള്ള മുതല് കടലമ്മ എനിക്ക് തരും. ഒറ്റയ്ക്ക് പുറംകടലിൽ പോയിട്ട് വേണം. ഒറ്റ പങ്കായം പിടിച്ച് തഴമ്പിച്ച കയ്യാ ഇത്. ഇപ്പോഴും മറന്നിട്ടൊന്നുമില്ല. പറയല്ലേ. എന്താ ഇത്? ഈ കടലിന്റെ മടിയിൽ കിടന്ന് വളർന്നോണ ഞാൻ. വേറെ ആര് ചോദിച്ചാലും കടലമ്മ കഴിക്കത്തില്ല. മോളെ, അപ്പൊ ഞാൻ പോയിട്ട് വരാം. ആ, ഇയാളൊരു ദിക്ക് പറയടേ. വരാ, വിളിച്ചോ. പവനും 50,000 അവർ ചോദിക്കണത്. പിന്നെ പെണ്ണ് കാണാൻ വരുമ്പോ അവരുമായിട്ട് നേരിട്ട് സംസാരിച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടത്താം. എന്താ ഒന്നും മിണ്ടാത്തെ? അവരോട് വരാൻ പറയണോ അതോ? എന്തായാലും അവർ വരട്ടെ. എന്നാ പിന്നെ അടുത്ത ഞായറാഴ്ച അവരിങ്ങോട്ട് വരാൻ പറയാം. ഓ, എന്നാ ഞാൻ ഇറങ്ങാം. ഇപ്പൊ പുറപ്പെട്ട സന്ധ്യക്ക് മുമ്പ് അങ്ങ് എത്താം. അല്ല, ചായ കൊടുത്തല്ലേ? ഓ, ഇപ്പൊ അതൊന്നും വേണ്ട. ആദ്യം ഇക്കാര്യം മംഗളമായിട്ട് നടക്കട്ടെ. അവിടെ നിന്നേ, ഇത് വെച്ചോ, വഴിച്ചെലവിന്റെ. എന്നാ ഞാൻ ഇറങ്ങട്ടോ. $15 പവനും 50,000 നടക്കുവാ? നടക്കും. കിടപ്പാടം വെച്ചിട്ടാണെങ്കിലും ഞാനിത് നടത്തും. ഇയാളിത്തിരി വെള്ളം ഇങ്ങെടുത്തേ കുടിക്കാൻ.
പോയി കാണിക്കുന്നേ? കണ്ണുകൂടാ. കണ്ണീരൊഴുക്കി കവിളത്തൊക്കെ കൺമശി പടക്കല്ലേട്ടാ. ദൈവം തമ്പുരാന്റെ നിശ്ചയം ഇതാണെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും തടുക്കാൻ പറ്റുമോ മോളെ? ഇതിലും ഭേദം എന്നെ കായലി മുക്കി കൊല്ലുകയായിരുന്നില്ലേ? അതിന് ഇപ്പൊ തന്നെ അവര് കെട്ടിക്കൊണ്ട് പോകത്തൊന്നുമില്ലല്ലോ. അവര് കാണാൻ വന്നതല്ലേ. കണ്ടേച്ചങ്ങ് പോട്ടെ. മോളെ ഇത് അങ്ങോട്ട് കൊണ്ടുകൊടു. ധൈര്യമായിട്ട് ചെല്ല്. ഞാനല്ലയോ പറയുന്നേ. ഞങ്ങളുടെ തുറയിലുള്ള ഒരു ശക്തമായിട്ട് തന്നെ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടേണ്ട മീനല്ലയോ അവന്മാരെ ടൺ കണക്കിന് വാരിക്കൊണ്ട് പോണത്. മണ്ണും ചാരി എന്നോ പെണ്ണും കൊണ്ട് പോയെന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങള്. സോഫി, എന്തിനാണ് ഇങ്ങനെ വേഷം കെട്ടാൻ നിന്ന് കൊടുക്കുന്നേ? നിനക്കെന്താണ് ഇവിടെ കാര്യം? എന്തുവാന്നോ? എവിടെ എന്റെ പെങ്ങളാ? തുറക്കാരും പള്ളിയിലെത്തിന്ന് പറഞ്ഞ് വേർത്തിന് കല്യാണം ഉറപ്പിച്ച പെണ്ണായത്. എവക്ക് ഇഷ്ടമല്ലാത്ത കല്യാണത്തിന് ഞാൻ സമ്മതിക്കത്തില്ല. മോനെ, നീ ബഹളമൊന്നും ഉണ്ടാക്കല്ലേ. ആ കല്യാണത്തിന് പൈലി ഒഴിവ് പറഞ്ഞോണ്ടാണ്. പറയും. ഈ തണ്ടോ ചോദിച്ചാ അയാൾ സമ്മതിക്കത്തില്ല. അയാൾ മാത്രമല്ല, ഈ തുറയിൽ ആരും സമ്മതിക്കത്തില്ല. അതുപോലൊരു പുണ്യപ്രവൃത്തിയല്ലയോ ചെയ്തത്? എടി, നിനക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പുറകണമെന്നുണ്ടല്ലോ, അച്ചാച്ചനോട് ഇറങ്ങി വാ. ഞാൻ നടത്തി തരാം നിങ്ങളുടെ കല്യാണം. റഫി, നീ വരുന്നുണ്ടോ ഇല്ലയോ? എടോ, ഇതാണോടെ വലിയ തറവാട്ടുകാരാന്ന് പറയാൻ താൻ വിളിച്ചോണ്ട് വന്നത്? പണി എന്നാണ് ഇത് വലിയ ചതിയായി പോയ ആശാനെ. രണ്ടെണ്ണത്തിനെ പെറ്റ് ഒന്നിനെ പോലെ നിങ്ങൾക്ക് ഉപകാരത്തിന് തരാൻ പറ്റിയില്ലല്ലോ. എന്റെ ജന്മം ഒരു ശാപം കിട്ടിയ ജന്മമായി പോയല്ല മാതാവേ. നീ കാലക്കീട മോനെ, പാപ്പച്ചന്റെ ചെകളക്കിട്ട് തന്നെയാണ് വീക്കിയത്. ഇനി അവന്റെ ചെകളപ്പൂ ചീഞ്ഞ് നാറും. നീറി നീറി അവൻ ചാകണത് നീ കണ്ടോ? കല്യാണം ഇനി അധികം നീട്ടിക്കണ പോകാൻ പറ്റത്തില്ല. ഇല്ല, തൂക്കിനുള്ള വിധി കേൾക്കുന്നതിന് മുമ്പ് പാപ്പച്ചൻ അത് കാണണം. സീസണം തരാൻ ഇപ്പൊ എന്റെ കയ്യിലൊന്നും ഇല്ല. പക്ഷെ എന്റെ പെങ്ങളെ ഞാൻ വെറും കൈയോടെ ഇറക്കി വിടത്തില്ല, അതറപ്പാ. ഇയാളെ കയ്യിലുള്ളത് കൊടുത്താ മതിയടേ. അവക്ക് പറ്റിയൊരു ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ട്, നമ്മുടെ അലോഷി. അലോഷി പൈലാണ് എന്തോ പറയുന്നത്? തണ്ണിക്കുട്ടിയായിട്ടുള്ള കല്യാണം നടത്താൻ സമ്മതിച്ചോണ്ടല്ലോ ഞാൻ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നത്. അതിനിപ്പോ അവന് സമ്മതം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തോ ചെയ്യൂടെ? 1800 രൂപ മുടക്കി ഇന്നലെ ഞാൻ അവനെ ഫോണിൽ വിളിച്ചു. സമ്മതിക്കണ്ടായോ? അവൻ ഇങ്ങനെ കാലുമാറുമെന്ന് സ്വപ്നത്തിൽ ഞാൻ കരുതിയില്ല. ഇല്ല, ഞാനിത് വിശ്വസിക്കത്തില്ല. അപ്പൊ ഞാൻ കള്ളം പറയുവാന്നാണ്. ഇയാള് വിഷമിക്കാതെടേ. അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കണം. അവനവന്റെ പാട്ടിന് പോട്ട്. സോഫിയയുടെ കല്യാണം നല്ല അന്തസ്സായിട്ട് ഞാൻ നടത്തിത്തരാം. വേണ്ട, അവക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. സണ്ണിക്കുട്ടി ഞാൻ വിളിക്കട്ടെ, എനിക്ക് അവിടെ നേരിട്ട് ചോദിക്കണം. ഇത്രയും പറഞ്ഞിട്ട് ഇയാൾക്ക് എന്നെ വിശ്വാസമായില്ലല്ലോ. എന്നാ കേട്ടോ, അവൻ സമ്മതിച്ചാലും എന്റെ തല ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം ഈ കല്യാണം നടക്കത്തില്ല. ഒരു കൊലപാതകിയുടെ മോളെ എന്റെ മരുമോളാക്കാൻ എനിക്ക് മനസ്സിലടേ. അപ്പൊ എന്നെ പറഞ്ഞു ചതിക്കായിരുന്നല്ലേ? അതേടേ, പിന്നെ ഇയാൾ എന്തുവാ കരുതിയേ? അപ്പനും മോനും കൂടെ പെണ്ണിന്റെ കയ്യും പിടിച്ച് തുറക്കാരെയും പള്ളിയിലച്ഛനെയും കൂട്ടി എന്റെ ഗേറ്റും ചവിട്ടിപ്പൊളിച്ച് മുറ്റത്ത് വന്ന് വെല്ലുവിളിച്ചപ്പ കല്യാണം നടത്തിത്തരാൻ ഞാൻ വെറും കുളുന്താനാണെന്ന് കരുതിയാ? എടോ, സണ്ണിക്കുട്ടിയെ ഞാൻ വിളിക്കും. അവനിഷ്ടാണ് ഈ കല്യാണം ഞാൻ നടത്തും, തന്റെ മുമ്പ് വെച്ച് അന്തസ്സായിട്ട്. എത്രക്കോമെന്നോണ്ടല്ലോ അരിഞ്ഞു കഴിഞ്ഞാൽ തൊമ്മിച്ചനായി പറയുന്നേ. എന്തിനാടാ ഈ ചതിയും പോരും കൊണ്ട് നടക്കണം? ഇനിയെങ്കിലും എനിക്ക് ഇച്ചിരി മനസമാധാനം തടാ. അകത്തുപോയി കൊന്തയെടുത്ത് 10 ഉരുട്ടുരുട്ടാ നോക്കൂ. ഓ പിന്നൊരു കാര്യം പറഞ്ഞ രണ്ടാളും വിഷമിക്കില്ല. സണ്ണിക്കുട്ടിയുടെയും സോഫിയുടെയും കല്യാണം തീരുമാനിച്ചു. അടുത്ത ബുധനാഴ്ചയാണ് കെട്ട്.
ശനിയാഴ്ച കാലത്തെ സണ്ണിക്കുട്ടി എത്തും. അമ്മച്ചി, എന്റെ അമ്മച്ചിക്ക് എന്താ പറ്റിയ? എന്താ ഒന്നും മിണ്ടാത്ത? എന്നോട് വഴക്കാണോ? ഞാൻ വന്നില്ലേ? എന്തെങ്കിലും ഒന്ന് പറയാം അമ്മച്ചി. അപ്പച്ച, എന്നോട് ദേഷ്യാണോ? പിന്നെന്താ അമ്മച്ചി ഒന്നും മിണ്ടാത്ത? അമ്മച്ചിക്കൊന്നും മിണ്ടാൻ പറ്റാത്തോണ്ടാ. ഞാൻ കാരണം എന്റെ അമ്മച്ചിക്ക്. കരയാതെ, എല്ലാം വിധിയാന്ന് വിചാരിച്ചാ മതി. പിന്നെ മോടെ കല്യാണത്തിന് ഞങ്ങൾ വന്നെന്ന് വരില്ല. എവിടെയായിരുന്നാലും നിങ്ങൾക്ക് നല്ലത് വരണമെന്നുള്ള പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. നീ എന്താ പൈലി പറയണേ? നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നീ തന്നെയല്ലേ കല്യാണത്തിന് സമ്മതിച്ചത്? എന്നിട്ടിപ്പോ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ? ഞാൻ പറയണത് അച്ഛനങ്ങോട്ട് കേട്ടാ മതി. അങ്ങനെ നീ പറയണത് മാത്രം കേട്ടാ പോരല്ലോ. സണ്ണിക്കുട്ടി എന്നെ വിളിച്ചിരുന്നു, കല്യാണം നടത്താൻ അവന് സമ്മതമാണ്. ഞാൻ അവന്റെ അപ്പനാ. അപ്പനല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ ഇടവക്കാരുടെ മുമ്പില് വിളിച്ചു ചൊല്ലി കഴിഞ്ഞ കല്യാണം മാറ്റി വെക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറയണത് കേക്ക്. പള്ളിയിൽ വെച്ച് കെട്ടി നടത്തിയില്ലെങ്കിൽ അവര് വല്ല രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ നടത്തും. മേജറായ പിള്ളേരാ, എന്തിനാ ഈ നാണക്കേടിന് പോണേ? അച്ഛൻ ഭാരിച്ച കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. പള്ളിയിൽ വെച്ച് ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. അത് തീരുമാനിക്കുന്നത് ഞാനാ. തീരുമാനിച്ചോ? പക്ഷെ എന്റെ സമ്മതമില്ലാതെ പള്ളിയിൽ വെച്ച് കെട്ടി നടത്തിയാലുണ്ടല്ലേ, ഈ ലോഹ ഇട്ടുകൊണ്ട് താൻ പിന്നെ ഇവിടെ ഇരിക്കത്തില്ല. ചമ്പക്കര പൈലിയെ കണ്ടിട്ടല്ല ഞാൻ ഈ ലോഹ ഇട്ടത്, ക്രിസ്തുവിനെ കണ്ടിട്ടാ. അങ്ങേര് കുരിശുമ തൂങ്ങിക്കിടക്കണത് മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ചുങ്കക്കാരെയും പരീശന്മാരെയും ചാട്ടവാറ കൊണ്ടടിച്ച് പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടത് നീ കണ്ടിട്ടില്ല. അതും യേശുസ് തന്നെയാ. വേഷം കെട്ട് എന്റെ അടുത്തെടുക്കരുത്. പൂഴിക്കാടോ, ചമ്പക്കര പള്ളിയുടെ ഒരു മുഖേ താൻ കണ്ടിട്ടുള്ളൂ. എന്റെ ഒരു മുഖവും താൻ കണ്ടിട്ടില്ല. മംഗലപ്പുഴ സെമിനാരിയിൽ നിന്ന് പട്ടം കിട്ടിയിട്ട് 28 കൊല്ലായി. 14 പള്ളികളിൽ ഇരുന്നു. അവിടെയൊക്കെ നിന്നെ പോലുള്ള കുരുത്തം കെട്ടവന്മാരുണ്ടായിരുന്നു. അവരെയൊന്നും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ടല്ല മര്യാദ പഠിപ്പിച്ചത്. അതുകൊണ്ടാ പറയണേ, ഈ ലോഹയും മടക്കി കുത്തി പൂഴിക്കാടൻ ഗോതയിലേക്ക് ഇറങ്ങിയ 2-1 അറിഞ്ഞിട്ടേ പള്ളിമേടയിലേക്ക് തിരിച്ചു പോകൂ. പൈലിപ്പോ പൈലി പോണില്ലേ? പള്ളിയിലച്ഛനും തൊമ്മിച്ചനും കൂടി തോപ്പിച്ചാ തോക്കാൻ ചമ്പക്കര പൈലി വെറും മരങ്ങോടനല്ല, 2ആം ജമ്പെടുത്തു വന്നവനാ. അറിയാവാ? എന്താ വേണ്ടേന്ന് മുതലാളി പറഞ്ഞാ മതി. ഈ കല്യാണം നടത്താൻ തൊമ്മിച്ചനുണ്ടാകരുത്. കല്യാണത്തിനിടണ പന്തലിന്നുണ്ടല്ലേ, അവന്റെ ശവം വേണം എടുക്കാൻ. കടലിൽ പോയാൽ അവൻ ജീവനോടെ തിരിച്ചു വരാൻ പാടില്ല. അച്ചാച്ചന്റെ ആശ പോലെ കുഞ്ഞാര പെങ്ങളെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. മതിയോ? നന്നായിട്ടുണ്ട് അച്ചാച്ച. കൊണ്ടോന്നോ? നല്ല മാലാഖയെ പോലെ ഉണ്ട്. മാലാഖയല്ല, എവളെ ഒരു രാജകുമാരിയെ പോലെ പള്ളി കൊണ്ടിറക്കുന്നു. കല്യാണത്തിന് മുമ്പേ ഇങ്ങനൊന്നും ഒരുങ്ങാൻ പാടില്ലെന്നാ. അയ്യോ, കണ്ടു കഴിഞ്ഞു. മുഷിക്കാതൊക്കെ സൂക്ഷിച്ച് മടക്കി പോയി. ഞാൻ പോയിട്ട് വരാം. പൈലിയുടെ ബോട്ടും കൊണ്ടുപോവാൻ അവൻ സമ്മതിക്കോ? പൈലിയുടെ ബോട്ടോ? അതൊക്കെ പള്ളിയിൽ പറഞ്ഞാ മതി. ജനറാണ് ഞങ്ങളുടെ ബോട്ടാ. ഈട് കൊടുത്ത കാശ് പലിശ സഹിതം തിരിച്ചു കൊടുക്കും. അയാളുമായിട്ട് വെറുതെ ഉടക്കാൻ നിൽക്കണ്ട. കുത്തുകൊണ്ട കൊമ്പസ്രാവിന്റെ സ്വഭാവ. ഏത് ചുഴിയിലാ വലിച്ചുകൊണ്ട് മുക്കണമെന്ന് അറിയത്തില്ല. തൊമ്മിച്ചനെ മുക്കാൻ ചമ്പക്കൽ പൈലി വളർന്നിട്ടില്ല. അവനെ പേടിച്ച് പണിക്കാരെങ്കിലും നിന്റെ കൂട്ടത്തിൽ വരുവാ. ആരും വന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് പോകും. അച്ചാച്ചാ, കല്യാണം കഴിഞ്ഞിട്ട് പോരെ ഇനി കടലിൽ പോക്ക്? പോരാ, നീ നോക്കിക്കോ. ഒരു കൊട്ട പൊന്നും കൊണ്ടേ അച്ചാച്ചൻ മടങ്ങി വരത്തുള്ളൂ. നിർത്ത് ഇവിടെ തന്നെ. കത്രീനെ തിരക്കുള്ള വരവായിരിക്കും. കല്യാണ വിശേഷങ്ങൾ അറിയാൻ. തൊമ്മിക്കുഞ്ഞോടെ? അച്ഛൻ കടലിൽ പോയല്ലോ. എപ്പോ? ഒരിത്തിരി മുമ്പ് പോയേ ഉള്ളൂ. ചതിച്ചോ മാതാവേ? എന്തുവാ ഭർത്താമേ? കല്യാണം നടത്താൻ തൊമ്മിക്കുഞ്ഞുണ്ടാവില്ലെന്നും പറഞ്ഞ് 5-6 ആളെയും കുട്ടി അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പൈലി. കർത്താവേ, എന്റെ അച്ചാച്ചൻ. എന്റെ അച്ഛന്റെ ബോട്ട് എവിടെയാ കിടക്കുന്നേ? തൊമ്മിക്കുഞ്ഞ് ബോട്ടും കൊണ്ട് പോയല്ലേ? പോയാ? ഇപ്പൊ അങ്ങോട്ട് പോയേ ഉള്ളൂ. മാതാവേ.
അച്ഛൻ എവിടെ അമ്മമ്മേ? അകത്തുണ്ട്. എന്താ മോളെ? അപ്പച്ച, എന്തോ മോളെ? അച്ഛനെ കൊല്ലാൻ ആളുകളെ കൂട്ടി പോയിരിക്കണ ആര്? സണ്ണിക്കുട്ടിയുടെ അപ്പച്ചൻ. അച്ഛൻ കടലിൽ ഒറ്റയ്ക്കാ പോയിരിക്കണ. എന്റെ കർത്താവേ, ചതിച്ചോ? വിഷമിക്കണ്ട, അവൻ ഒരാപത്തും വരത്തില്ല. അടങ്ങിയോടെ നിന്റെ കോളക്കം. കൊഞ്ചം ചാടിയ വട്ടിയോളം, പിന്നെയും ചാടിയ ചട്ടിയോളം. കേട്ടിട്ടുണ്ടാ? ചമ്പക്കര പൈലോടാണ് കളി, അല്ലയോ? എന്നാ കേട്ടോ, പൈലോട് കളിച്ചിട്ടുള്ള ആരും കളി മുഴുവിച്ചിട്ടില്ല. അടിച്ച് ചുരുട്ടിയെടുത്ത് കൊതറല്ലേ. ഇതുപോലൊന്ന് കൊതറിയതാ നിന്റെ പെണ്ണും പിള്ള. അവള് 3-ാം പക്കം പൊങ്ങി, നീ 7-ാം പക്കം കൂടി പൊങ്ങത്തില്ല. അപ്പൊ എന്റെ പെണ്ണിനെ നീ? അതേടെ, പൈലി ഒന്ന് ആശിച്ചാൽ അത് നടത്തിയിരിക്കും. അല്ലാതെ നിനക്ക് മണിയറ ഒരുക്കിത്തരാൻ ഞാനാരാ? നിന്റെ അമ്മായിയപ്പനോ? മോനെ. Oh!
മോനെ എന്റെ പഞ്ചമിയെ കൊന്നത് അവനാ, ആ പന്നി. അപ്പച്ചൻ അപ്പച്ചൻ എന്നോട് പൊറുക്കണം, പൊറുക്കണം. അല്ലാതെ അപ്പച്ചൻ എന്ത് ചെയ്യാൻ പറ്റും? നിന്നെ വെറുക്കാൻ പറ്റുമോ? അപ്പച്ചൻ കാര്യം പറയാൻ പോവാ, നീ എതിർക്കരുത്. പൈലിയെ കൊന്നത് നീയല്ല, ഞാനാ. ആ എല്ലാം നോക്കി നടത്താ. ഇനി കുടുംബത്തെ നീ വേണം. നീ കൂടെ പോയാ അപ്പച്ചനെ തൂക്കിക്കൊന്നേക്കും. അങ്ങനെ എന്തെങ്കിലും പറ്റിയ ശവം പള്ളിയിൽ അടക്കണ്ട, ഈ കടലിലെറിഞ്ഞാ മതി. ഇതിന്ന് ഒരുപാട് മീൻ അപ്പച്ചൻ പിടിച്ചിട്ടുണ്ട്. കടലമ്മ തന്ന മീന ഈ തടി, അത് മീൻ തിന്നോട്ടെ. സോമി അതെ